നമസ്കാരം. ഡസൻ റൈസിനെ കോൺടാക്ട് ചെയ്യണമെന്ന് കേട്ടപ്പോൾ ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിലെ ആ സന്യാസിനി സമൂഹത്തിലെ ആ ടീം ശരിക്കും ഒന്ന് വിരണ്ടിട്ടുണ്ട്. അവർ ഡസനുമായി പിണങ്ങിയാണ് ഡസന്റെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അവിടേക്ക് മടങ്ങിച്ചെന്ന് ഡസനെ സോപ്പിട്ട് ഡസനെ കൊണ്ട് എഡിത്ത് പാർക്കർ ചികിത്സിപ്പിക്കാന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ജലീറ്റ അവളുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞപ്പോ ബ്രിട്നി ജലീറ്റയോട് പറഞ്ഞു, ഇതിന് അത്ര ആലോചിക്കേണ്ട കാര്യം വന്നിരിക്കുന്നു. ഞാൻ വിചാരിച്ച ഡസ്നെ എളുപ്പം വളച്ചെടുത്തൂടെ. ഭൂമിയിലെ ഏത് പുരുഷനെയും വളച്ചെടുക്കാൻ തനിക്ക് പറ്റുമെന്ന് ഒരു ആത്മവിശ്വാസം ബെറ്റ്നി ബ്രിജത്തിനുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞപ്പോ ജലീറ്റയും കൂടെയുള്ള ആ സുന്ദരിമാരും ഒന്ന് ചിരിച്ചു. അതെ അതെ, ബ്രിട്നി വിചാരിച്ച അത് നടക്കും. അവർ അങ്ങനെ ആ ധാരണയിലെത്തി. സഫീർ ലോഡ്ജിലേക്ക് എഡിത്ത് പാർക്കറെയും കൊണ്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ എത്തിയത്. അവിടെ എത്തി ഡസ്നെ കണ്ട് സമ്മതിപ്പിക്കുന്ന കേസ് ബ്രിട്നി ഏറ്റിരിക്കുകയാണ്. സ്റ്റോൺട്രേ വാലിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സഫീർ ലോഡ്ജിൽ നടാഷ ജസ്റ്റിനോട് പറഞ്ഞു, ജസ്റ്റിൻ, ഞങ്ങളുടെ ഫാം ഹൗസിലേക്ക് പോവുകയാണ്. ആ സഫീർ ലോഡ്ജിൽ അങ്ങനെ തങ്ങേണ്ട കാര്യം സ്വാഭാവികമായിട്ടും നടാഷയ്ക്കും ടീമിനുമില്ല. ഹാർമൺ എസ്റ്റേറ്റിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നെങ്കിലും അവർക്ക് മിൽസ്ബർഗിൽ വേറെയും ധാരാളം പ്രോപ്പർട്ടികളുണ്ട്. ഒരു ഫാം ഹൗസ് നടാഷയ്ക്ക് സ്വന്തമാണ്. ആ ഫാം ഹൗസിലേക്ക് പോകാനാണ് നടാഷയുടെ തീരുമാനം. നടാഷ ഡസിന്റെ അടുത്തുനിന്ന് പോകുന്നതിന് വേറെയും ഒരു കാരണമുണ്ട്. നടാഷയ്ക്ക് എത്രയും പെട്ടെന്ന് സ്റ്റോണിയിലേക്ക് പോകണം. സ്റ്റോണിയിൽ അവളുടെ ബിസിനസ് അവൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അവൾ അടിസ്ഥാനപരമായി ഒരു ബിസിനസ്സുകാരിയാണ്. നഷ്ടമാകുന്ന ഓരോ നിമിഷവും ബിസിനസ്സിൽ ഏറ്റവും നിർണായകമായ ഒരു വിഷയമാണെന്ന് നടാഷയ്ക്ക് നന്നായിട്ട് അറിയാം. അവളുടെ കൈവശമുള്ള ആ ഇമോർട്ടനോ ഇതുവരെയും സ്റ്റോണിയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. അത് സ്റ്റോണിയിൽ വലിയ തരംഗം ഉണ്ടാക്കുമെന്ന് നടാഷയ്ക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് നടാഷ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാനായി അവളുടെ ഫാം ഹൗസ് ആണ് ഏറ്റവും അനുയോജിച്ചത് കണ്ടിട്ട് ഹെക്ടറുമായി അവൾ തിരിക്കുന്നത്. നടാഷയും അവളുടെ ടീമും സഫീർ ലോഡ്ജിൽ നിന്ന് തിരിച്ച് ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയിട്ടാണ്. ആ സമയത്താണ് ബ്രിട്നി അവളുടെ കൂട്ടുകാരികളുമായി അങ്ങോട്ട് വരുന്നത്. ബ്രിട്നി ആ സഫീർ ലോഡ്ജിന്റെ വാതിൽ കടന്ന് അകത്തേക്ക് വരുമ്പോ ഡസിൻ കണ്ടു. ഏയ്, നിങ്ങളെന്താ ഇവിടെ? ഡസിൻ, ഞാൻ ഡസിൻ തിരക്ക് വന്നതാണ്. എന്താ കാര്യം? ഡസിൻ എന്റെ ഫാൻ ബോയ്. ഹേ ഡസിൻ, എന്തിനാ എന്നോട് ഒളിച്ചു കളിക്കുന്നത്? ഡസിന് ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാന്ന് വെച്ചു. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏയ്, എന്താ പറയുന്നത്? അങ്ങനെ ഡസിൻ ചോദിക്കുമ്പോ ജലീറ്റയും അകത്തേക്ക് വന്നു. ജലീറ്റയുടെ പുറകെ വന്ന ആളുകൾ ഒരു സ്ട്രെച്ചറിൽ എഡിത്ത് പാർക്കറെ കൂടി അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോ ഡസിന് കഥ മനസ്സിലായി. ഡസിൻ എഡിത്തിനെയും ജലീറ്റയൊക്കെ നോക്കിയപ്പോ ബ്രിട്നി ഡസിനോട് പറഞ്ഞു, ഡസിൻ എന്നോടൊപ്പം ഒരു നൈറ്റ് പാർട്ടിയിൽ പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് എനിക്കറിയാം. ഞാൻ അതങ്ങ് സമ്മതിച്ചിരിക്കുകയാണ്. ഡസിന് ഇഷ്ടമുള്ള ഒരു പാർട്ടിയിൽ ഞാൻ കൂടെ വരാം. അതൊരു ഡേറ്റിംഗ് ആയിക്കോട്ടെ. ഇതെന്തായി പറയുന്നത്? എനിക്കങ്ങനെ താല്പര്യമില്ല. ഹലോ ഡസിൻ, എനിക്കറിയാം ഡസിൻ പുരുഷന്മാരുടെ മനസ്സിലിരിപ്പ്. ഞാനേ ഒരു കാര്യം പറയാം. ഡസിൻ വന്നേ. അവള് അങ്ങനെ പറഞ്ഞപ്പോ ഡസിൻ അവളുടെ അടുത്തേക്ക് വന്നു. ഡസിൻ അടുത്തേക്ക് വന്നതും അവൾ ഡസിനോട് പറഞ്ഞു, രഹസ്യമാണ്. അവൾ പറയുന്ന രഹസ്യം കേൾക്കാൻ വേണ്ടി ഡസിൻ അവളുടെ അടുത്തേക്ക് തല കുനിച്ചു. അവൾ ഡസിന്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു. അവൾ ആരാധിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ആ പുരുഷന്മാർക്കൊന്നും അവൾ ഇതുപോലെ ചുംബനം കൊടുത്തിട്ടില്ല. ആ ചുംബനം ഇതാ അവൾ സകലരും കാണുകെ ഡസൻ റൈസിന് നൽകിയിരിക്കുകയാണ്. ഡസിനെ ചുംബിച്ചിട്ട് ബ്രിട്നി ഡസിനോട് ചോദിച്ചു, ഡസൻ സന്തോഷമായില്ലേ എന്നുള്ള ആ വാക്ക് അടർന്ന് വീണ ആ നിമിഷത്തിനെ ഡസൻ കൈ നിവർത്തി ബ്രിട്നിയെ ഒരറ്റിയാടി. ഡസിന്റെ കൈ ബ്രിട്നിയുടെ പുറത്ത് പതിഞ്ഞതും ബ്രിട്നി ഏതാനും സ്റ്റെപ്പ് പുറകോട്ട് തെറിച്ചു പോയേ. ശരിക്കും ദേഷ്യത്തിലാണ് ഡസൻ ബ്രിട്നിയെ അടിച്ചത്. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസൻ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്ത് അവന്റെ കവൾ ശക്തമായി തുറക്കുകയാണ്. അത്ര വൃത്തികളായി. ബ്രിട്നിയെ ബ്രിജത്തിനെ പോലെ സുന്ദരിയായ ഒരു യുവതി ഡസൻ റൈസിന്റെ കവിൽ ചുംബിച്ചപ്പോ അത് ഒരു വൃത്തികേടായിട്ട് ഡസിന് അനുഭവപ്പെടുകയാണ്. പക്ഷേ ബ്രിട്നിക്ക് ചുറ്റുമുള്ള ആ സുന്ദരിമാർ, ആ സന്യാസിനി സമൂഹത്തിലെ ആ സഹോദരി കൂട്ടം ഇത് തികച്ചും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ബ്രിട്നിയെ പോലുള്ള ഒരാളോട് ഒരു അടുപ്പം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഏത് ചെറുപ്പക്കാരനും വീണു പോകേണ്ടതാണ്. പക്ഷേ ഡസിന്റെ പെരുമാറ്റം തികച്ചും അവരെ അമ്പരപ്പിക്കുകയാണ്. അടിയേറ്റ് 3-4 സ്റ്റെപ്പ് പുറകോട്ട് മാറിയ ബ്രിട്നി ഡസിനെ നോക്കി അമ്പരപ്പോടെ ഡസിനോട് ചോദിച്ചു, ഡസിൻ, എന്താ ഇത്? നിങ്ങൾക്ക് എന്നെ വലിയ ഇഷ്ടമല്ലേ? നിങ്ങൾ വെറുതെ നാട്യം കാണിക്കാതെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ നിങ്ങൾക്ക് ഒരു ചുമർ നൽകിയത്? ബ്രിട്നി, ഇനി നീ സംസാരിച്ചാൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലും. ഡസൻ ശരിക്കും ദേഷ്യത്തിലാണ്. ഈ ശൈലിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ സംഭവം ശരിയാകില്ല എന്ന് ജലീറ്റയ്ക്ക് അപ്പൊ തന്നെ തോന്നി.
ജെലിറ്റ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ സോറി, ഡസ്റ്റിനെ ഞങ്ങളൊന്ന് സഹായിക്കണം. ഞാൻ നിങ്ങളെ സഹായിക്കാനോ? ഒരു സഹായമില്ല, എല്ലാവരും വേഗം സ്ഥലം കലിയാക്ക്. നിങ്ങൾ ഞങ്ങളുടെ അടിച്ച് പുറത്താക്കിയതില്ലേ, പിന്നെ ഇങ്ങോട്ട് തന്നെ വന്നിരിക്കുന്നത്. ഡസ്റ്റിൻ വല്ലാത്ത ദേഷ്യത്തിലാണ്. ഡസ്റ്റിൻ ദേഷ്യത്തിൽ ജെലിറ്റയോട് സംസാരിക്കപ്പെടും. ആ കർച്ചീഫ് കൊണ്ട് ഡസ്റ്റിൻ വീണ്ടും വീണ്ടും അയാളെ കവള് തുടക്കുകയാണ്. ഡസ്റ്റിനെ കൊണ്ട് ആ സംഭവം തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് വ്യക്തമാണ്. ഡസ്റ്റിന്റെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കിയ ജെലിറ്റ പിന്നെയും ഡസ്റ്റിൻ നിർബന്ധിച്ചെങ്കിലും ഡസ്റ്റിൻ വഴങ്ങിയില്ല. ഡസ്റ്റിൻ അവരോട് വ്യക്തമായി ഒരു ആജ്ഞ പോലെ പറയുകയാണ്, ഇനി സംഭാഷണമില്ല, നിങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി. അങ്ങനെ ഡസ്റ്റിൻ പറഞ്ഞതും അകത്തേക്ക് നിക്കി ഹോസ്റ്റ് ഓടി വന്നതും ഒരേ നിമിഷത്തിലാണ്. ഓടി വന്ന നിക്കി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ് പ്ലീസ്. എന്താ നിക്കി? ഡസ്റ്റിൻ പ്ലീസ്, അവരെ എന്നെ അടിച്ച് പുറത്താക്കരുത്. അങ്ങനെ നിക്കി പറഞ്ഞതും ജെലിറ്റ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ്, മാഡം എഡിത്തിനെ നിങ്ങൾ നിന്ന് ചികിത്സിക്കണം. മാഡം എഡിത്തിനെ നിങ്ങൾ തന്നെ ചികിത്സിക്കണമെന്ന് ഡസ്റ്റിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ജെലിറ്റ പറഞ്ഞപ്പോ ഇപ്പൊ അമ്പലന്ന് പോയത് നിക്കിയാണ്. ഡസ്റ്റിന് ആളുകളെ ചികിത്സിക്കാനുള്ള കഴിവുണ്ടെന്ന് അവൾ ആദ്യമായ കേൾക്കുന്നത്. അവൾ അമ്പലപ്പോടെ ഡസ്റ്റിനെ നോക്കുമ്പോ ഡസ്റ്റിൻ പറഞ്ഞു, നോക്കേ, നിങ്ങളുടെ ആവശ്യം ഞാൻ അംഗീകരിക്കും, പക്ഷെ എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. ഡസ്റ്റിൻ ചികിത്സിക്കാമെന്ന് സമ്മതിച്ചപ്പോ ജെലിറ്റയ്ക്ക് സന്തോഷമായി. ജെലിറ്റ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ കണ്ടീഷൻ പറ, എന്താണെങ്കിലും ഞാൻ സമ്മതിക്കാം. ഓക്കെ, കണ്ടീഷൻ നമ്പർ 1, ഇവരെ ചികിത്സിക്കുന്നതിന് മുന്നേ എനിക്ക് പ്രതിഫലം കിട്ടണം. പ്രതിഫലം $50 മില്യൺ. $50 മില്യൺ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആ ഹ്യൂജ് എമൗണ്ട് പ്രതിഫലമായി മനഃപൂർവ്വം ഡസ്റ്റ് മുന്നോട്ട് വെച്ചതാണ്. പക്ഷെ ഡസ്റ്റിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സന്യാസിനി സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ ജെലിറ്റ ഉടൻ ഡസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ, അത് സമ്മതിച്ചിരിക്കുന്നു. അത് കേട്ടതും ഡസ്റ്റിൻ അയാളെ രണ്ടാമത്തെ ഡിമാൻഡ് വെച്ചു, നിങ്ങളുടെ സന്യാസിനി സമൂഹത്തിലേക്ക് നിക്കി തിരിച്ചെടുക്കണം. തലേദിവസം നിക്കി ഹോസ്റ്റിനെ ആ സന്യാസി സമൂഹത്തിൽ നിന്ന് അവർ ഒഴിവാക്കിയിരുന്നു. നിക്കിയെ ആ സന്യാസി സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് അവർ നിക്കിയോട് പറഞ്ഞപ്പോ നിക്കിക്ക് അത് ശരിക്കും ഷോക്കായിരുന്നു. സങ്കടപ്പെട്ടിരുന്ന നിക്കിയോട് ഡസ്റ്റിൻ പല കാര്യങ്ങളും സംസാരിച്ചപ്പോ അവളുടെ ഏറ്റവും വലിയ അഭിലാഷം തിരിച്ച് ആ സന്യാസി സമൂഹത്തിൽ കടക്കുകയാണെന്ന് ഡസ്റ്റിന് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഡസ്റ്റിൻ ഇപ്പോ രണ്ടാമത്തെ ടാർഗറ്റായിട്ട് ആ ആവശ്യം ഉന്നയിച്ചത്. ഡസ്റ്റിൻ അത് പറഞ്ഞതും ജെലിറ്റ ഉടൻ പറഞ്ഞു, അതും സമ്മതിച്ചിരിക്കുന്നു. അവർക്ക് തന്നെ തീരുമാനം എടുക്കാവുന്ന കേസാണ് നിക്കി ആ സന്യാസ സമൂഹത്തിലേക്ക് തിരിച്ചു പ്രവേശിപ്പിക്കാനുള്ളത്. ഇനി എന്റെ മൂന്നാമത്തെ അവസാനത്തെ ഡിമാൻഡ്, ഈ സ്ത്രീ ഉള്ളത്, ഇവരെ നിങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിൽ നിന്ന് നിങ്ങൾ പുറത്താക്കി. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ വിരൽ ചൂണ്ടിയത് സാക്ഷാൽ ബ്രിട്നി ബ്രിജത്തിന് നേരെയാണ്. ബ്രിട്നി ബ്രിജത്തിനെ ചൂണ്ടി അവരെ സന്യാസിനി സമൂഹത്തിൽ പുറത്താക്കണമെന്ന് ഡസ്റ്റിൻ പറഞ്ഞപ്പോ ആ സന്യാസിനി സമൂഹത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു പെട്ടെന്നൊരു ശബ്ദം ഉണ്ടാവുകയാണ്. അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു ഡിമാൻഡാണ് ഡസ്റ്റിൻ റൈസ് ഇതാ മുന്നോട്ട് വയ്ക്കുന്നത്. ഡസ്റ്റിന്റെ ഡിമാൻഡ് കേട്ടതും ബ്രിട്നി പൊട്ടിത്തെറിക്കുകയാണ്. ഡസ്റ്റിൻ, നീ എന്തായി പറയുന്നത്? അതൊന്നും നടക്കത്തില്ല, എന്നെ പുറത്താക്കാനോ? നടന്നു തന്നെ. പക്ഷേ ബ്രിട്നിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജെലിറ്റ ഡസ്റ്റിനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ അതും സമ്മതിക്കുന്നു. മാഡം ജെലിറ്റ, നിങ്ങളീ പറയുന്നത്? ബ്രിട്നിയുടെ പെട്ടെന്നുള്ള ആ വാചകത്തിനെ മറികടന്നുകൊണ്ട് ജെലിറ്റ ആ സന്യാസിനി സമൂഹത്തിന്റെ ശിക്ഷകൾ കൈകാര്യം ചെയ്യുന്ന ടീമിനോടായി പറഞ്ഞു, ഇവിടെ പിടിച്ച് പുറത്താക്കി. ആ നിമിഷം തന്നെ ആ സന്യാസി സമൂഹത്തിന്റെ ഭാഗമായ ആ അംഗരക്ഷക ടീം ബ്രിട്നിയെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ബ്രിട്നി ബ്രിജിത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇത് നടക്കുന്നത്. ആ സന്യാസി സമൂഹത്തിൽ എഴുത്തും ജെലിറ്റയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ആള് ബ്രിട്നിയാണ്. ആ ബ്രിട്നി ആയിരിക്കും നാളെ ആ സന്യാസി സമൂഹത്തിന്റെ അടുത്ത ലീഡർ എന്ന് മിക്കവാറും ആ സന്യാസി സമൂഹത്തിന് എല്ലാവരും പരസ്പരം പറയുന്ന കാര്യമാണ്. നിക്കിക്കും അതറിയാം. ആ നിക്കി പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഡസ്റ്റിൻ ആവശ്യപ്പെട്ടപ്പോ ജെലിറ്റ അത് തന്നെ ചെയ്തു. ബ്രിട്നി പുറത്താക്കി. ബ്രിട്നി ആ മുറിന്ന് പുറത്തായതും ജെലിറ്റ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പണം ട്രാൻസ്ഫർ ചെയ്യണം. അടുത്ത നിമിഷം തന്നെ ജെലിറ്റ ഡസ്റ്റിൻ റൈസ് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ആ $50 മില്യൺ ട്രാൻസ്ഫർ ചെയ്തു. പണം കൃത്യമായി അക്കൗണ്ടിൽ വാങ്ങുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞതും ഡസ്റ്റിൻ അവരോട് എഡിത്ത് പാർക്കറെ ആ സഫയർ റോഡ്സിനകത്ത് ഡസ്റ്റിൻ ബിൽഡ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിനകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ശരിക്കും നല്ല സൗകര്യമുള്ള ഒരു കുഞ്ഞു ഹോസ്പിറ്റൽ ആ സഫയർ റോഡിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടേക്കാണ് എഡിത്ത് പാർക്കറെ കൊണ്ടുവന്നത്. ആ സ്ട്രെച്ചറിൽ നിന്ന് അവരെ ഇറക്കി ആ ഹോസ്പിറ്റലിനകത്തെ ബെഡിൽ കിടത്തി കഴിഞ്ഞതും ഡസ്റ്റിൻ ജെലീറ്റയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിക്കി എന്നെ അസിസ്റ്റ് ചെയ്തു, ബാക്കി എല്ലാവരും പുറത്തേക്ക്. നിക്കി ഹോസ്റ്റിനെ അകത്ത് നിർത്തിയിട്ട് ആ സന്യാസിനി സമൂഹത്തിലെ ആളുകൾ മുഴുവൻ ആ വാതിലിന് പുറത്തേക്ക് ഇറങ്ങി. വാതിലിന് പുറത്തേക്കുന്ന ജെലീറ്റയും ആ സന്യാസിനി സമൂഹത്തിലെ സഹോദരിമാരും ഒക്കെ ആകാംക്ഷയോടുകൂടി ആ ഹോസ്പിറ്റൽ റൂമിലെ വാതിൽക്കിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സമയം ഇങ്ങനെ പോവുകയാണ്. അകത്ത് നിക്കി ഫ്രോസ്റ്റ് വല്ലാത്തൊരു അമ്പരപ്പിലാണ്.
അക്യുപങ്ചർ ചികിത്സയെക്കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്, അവൾ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഡസ്റ്റിൻ റൈസ് അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. എഡിത്ത് പാർക്കറുടെ പ്രഷർ പോയിന്റിലേക്ക് ആ അക്യുപങ്ചർ സൂചികൾ കയറ്റിയ ഡസ്റ്റിൻ റൈസ് ആ സൂചികൾ അതിവേഗതയിൽ ചലിപ്പിക്കുന്നത് അവളെ തെല്ലുപോലെ അമ്പരപ്പിച്ചു. ഇന്നുവരെ അവൾ അത്ര ഒരു കാഴ്ച കണ്ടിട്ടില്ല. അക്യുപങ്ചർ സൂചി അതിശക്തമായി കറങ്ങാനുള്ള കാരണം ഡസ്റ്റിൻ റൈസിന്റെ ശരീരത്തിലെ ഇന്റേണൽ എനർജിയാണ്. ഡസ്റ്റിൻ തന്റെ ശരീരത്തിലെ ആ ഇന്റേണൽ എനർജി എഡിത്തിന്റെ ബോഡിയിലേക്ക് ചാനലൈസ് ചെയ്യുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നിക്കി കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. നിക്കി കാണുന്നത് ആ സൂചികൾ അതിവേഗം ചലിക്കുന്നതാണ്. പക്ഷേ എഡിത്തിന്റെ ശരീരത്തിലേക്ക് സ്വന്തം ശരീരത്തിലെ ഇന്റേണൽ എനർജി അതിശക്തമായി കയറ്റി എഡിത്തിന്റെ ശരീരത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്ന ബ്ലോക്കുകൾ ഒന്നൊന്നായി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഡസ്റ്റിന്റെ ശരീരത്തിൽ പലതും സംഭവിക്കുകയാണ്. ഡസ്റ്റിന്റെ ശരീരത്തിൽ ആ സെപ്റ്റം മോർട്ടിസ് കയറിയിട്ട് ഇപ്പോ 3ാമത്തെ ദിവസമാണ്. സെപ്റ്റം മോർട്ടിസ് ഒരാളുടെ ശരീരത്തിൽ കയറിയാൽ 7ാം ദിവസം അയാൾ മരിക്കും. അതാണ് ആ മരുന്നിന്റെ പ്രത്യേകത. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഡസ്റ്റിൻ സ്വന്തം ശരീരത്തിലുള്ള ഇന്റേണൽ എനർജി എഴുത്തിന്റെ ശരീരത്തിലേക്ക് ചാനലൈസ് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരത്തിലേക്ക് കൂടുതൽ ശക്തമായി സെപ്റ്റം മോർട്ടിസ് ലയിച്ചു ചേരുകയാണ്. സെപ്റ്റം മോർട്ടിസ് ഡസ്റ്റിന്റെ ശരീരത്തിലേക്ക് കൂടുതൽ കയറി തുടങ്ങിയതും ഡസ്റ്റിന്റെ വായിലേക്ക് പെട്ടെന്ന് രക്തം ഇരച്ചു വന്നു. ഡസ്റ്റിൻ ആ നിമിഷത്തിൽ തന്നെ ആ മുറിയിലെ വാഷ്റൂമിലേക്ക് നടന്നു. വാഷ്റൂമിലേക്ക് ചെന്ന ഡസ്റ്റിൻ വാ തുറന്നതും ഒരു കൂടം കറുത്ത രക്തം ആ വാഷ് പീസിലേക്ക് ഡസ്റ്റിന്റെ വായിൽ നിന്ന് അങ്ങനെ വീഴുകയാണ്. ഡസ്റ്റിൻ വാ കഴുകി വൃത്തിയായി വീണ്ടും എഡിത്തിന്റെ അടുത്തേക്ക് വന്നു. അടുത്ത 3 മണിക്കൂറിൽ ഡസ്റ്റിൻ 2 പ്രാവശ്യം കൂടി വാഷ്റൂമിലേക്ക് പോയി. ഡസ്റ്റിൻ കൈ കഴുകാനായി പോകുന്നു എന്നുള്ള ധാരണയാണ് യഥാർത്ഥത്തിൽ നിക്കിക്കുള്ളത്. പക്ഷെ ആ സമയത്തൊക്കെ ഡസ്റ്റിൻ പുറത്തേക്ക് തുപ്പുന്നത് സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തമാണ്. സെപ്റ്റം മോർട്ടിസ് ഡസ്റ്റിന്റെ ശരീരത്തിലേക്ക് കൂടുതൽ ശക്തമായി അധിചേരുകയാണ്. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡസ്റ്റിൻ വാതിൽ തുറന്ന് പുറത്തു. ഡസ്റ്റിനെ കാത്തു നിൽക്കുന്ന ജെലിറ്റിൻ ടീമും ഡസ്റ്റിനെ കൺട്രോളാണ്. ഡസ്റ്റിന്റെ മുഖത്തേക്ക് നോക്കിയതും ഡസ്റ്റ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു 2 മണിക്കൂർ എഴുത്തിനെ ശല്യം ചെയ്യരുത്. 2 മണിക്കൂർ കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും ഓക്കെയാണ്. പിന്നെ അവരുടെ ആരോഗ്യം പൂർണ്ണമായും തിരിച്ചു വരാൻ ഒരു 3 ആഴ്ചയെങ്കിലും പിടിക്കും. അതേസമയം അവർക്ക് കഴിക്കാനുള്ള മരുന്നുകൾ ഞാൻ നിക്കിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഡസ്റ്റിൻ പറഞ്ഞ കാര്യങ്ങൾ ജെലിറ്റിൻ ടീമിനെയും വല്ലാതെ സന്തോഷിപ്പിക്കുകയാണ്. അവർ മുറിയിലേക്ക് കടക്കുമ്പോൾ എഴുത്തിന്റെ ആ അവസ്ഥ അവർക്ക് കൃത്യമായി ബോധ്യമാവുകയാണ്. എഴുത്ത് ശാന്തമായി ഉറങ്ങുകയാണ്. എഴുത്തിന്റെ മുഖത്തും ബോഡിയിലൊക്കെ നേരത്തെ ഒരു വല്ലാത്ത മഞ്ഞ കളർ പടർന്നിരുന്നു. രക്തത്തിന്റെ ഒരു ലാഞ്ചനയും ആ മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എഴുത്തിന്റെ മുഖത്തുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ എഴുത്തിന്റെ മുഖത്ത് ആ രക്തശോഭ വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ്. നിക്കി ഹോസ് വളരെ സന്തോഷത്തോടുകൂടി എഴുത്തിന്റെ അടുത്ത് നിൽക്കുന്നത് ജെലിറ്റിനാണ്. അവർ ഡസ്റ്റിൻ റൈസിന്റെ ചികിത്സയെ കുറിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിയിലേക്ക് മടങ്ങിയ ഡസ്റ്റിന് ഒരു ഫോൺ വന്നു. ഫോണിൽ ഫ്ലോറൻസ് ആണ്. ഫോൺ കണക്ട് ആയതും ഫ്ലോറൻസ് ഡസ്റ്റിനോട് പറഞ്ഞു, ഇടാ കാല, നീ എന്റെ മോളെ കൊന്നുവല്ലേ? പെട്ടെന്ന് ഫ്ലോറൻസ് അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഒന്ന് ഞെട്ടി. ഫ്ലോറൻസ്, നിങ്ങൾ എന്തായി പറയുന്നത്? ഇടാ, നീ കാരണം എന്റെ മോൾ ആത്മഹത്യ ചെയ്തു. ഡാഡി ആത്മഹത്യ ചെയ്തു. ഫ്ലോറൻസ് എന്തായി പറയുന്നത്? അതിന് നീ കാരണം എന്റെ മോള് ഡസ്റ്റിന്റെ മുകളിൽ ചാടി ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഫ്ലോറൻസ് ശരിക്കും പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ഡസ്റ്റിൻ റൈസിനോട് അങ്ങനെ പറഞ്ഞത്. ഫ്ലോറൻസ് പറയുന്നത് കേട്ടതും ഡസ്റ്റിൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുകയാണ്. ഫ്ലോറൻസിനോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഡസ്റ്റിൻ കാറിലേക്ക് കയറി. ഡസ്റ്റിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ഡാലിയ നിക്കോൾസൺ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് അവളുടെ അമ്മ ഡസ്റ്റിനോട് പറഞ്ഞത്. ഏകദേശം ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോ ഡസ്റ്റിൻ ഡാലിയുള്ള ഹോസ്പിറ്റലിലെത്തി. ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് ഡാലിയെ തൊട്ടടുത്തുള്ള ഒരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ മുറിയിലേക്കാണ് ഡസ്റ്റിൻ എത്തിയത്. ഡസ്റ്റിൻ ആ മുറിയിൽ കടക്കുമ്പോൾ അവിടെ ജൂലിയും അവളുടെ അമ്മ വിക്ടോറിയയും ഡാലിയുടെ അമ്മ ഫ്ലോറൻസുമാണ്. അവർ 3 പേരും ഡാലി തന്നെ നോക്കി നിൽക്കുകയാണ്. മുറിയിലേക്ക് പെട്ടെന്ന് ഡസ്റ്റിൻ കയറി വരുന്ന കണ്ടത് ഫ്ലോറൻസും ജൂലിയും ഡസ്റ്റിൻ വരുന്നിരിക്കും. ഡസ്റ്റിൻ, നീ കാരണമാണ് എന്റെ മോൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്റെ മോൾ കൊല്ലപ്പെടാതിരുന്നത്. ഫ്ലോറൻസ് ശരിക്കും ഡസ്റ്റിനോട് തട്ടിക്കയറുകയാണ്. പെട്ടെന്ന് ഡസ്റ്റിൻ ജൂലിയോട് ചോദിച്ചു, ജൂലി, എന്താ സംഭവിച്ചത്? ഡസ്റ്റിൻ, കഴിഞ്ഞ ദിവസം ഡാലിയുടെ അടുത്തുനിന്ന് നിങ്ങൾ ഇറങ്ങിയ ആ നിമിഷം മുതൽ ഡാലിയ വളരെ അസ്വസ്ഥയായിരുന്നു. ഡാലിയ അതിനുശേഷം ആഹാരം കഴിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളൊക്കെ ഡാലിയ നിർബന്ധിച്ചെങ്കിലും ഡാലിയ ഒന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല. രാത്രിയായപ്പോ ഡാലിയ ടെറസിന് മുകളിലേക്ക് കയറി. ഡാലിയ ടെറസിന് മുകളിൽ നടക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷെ ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി വന്നപ്പോ ഡാലിയ താഴെ വീണ് കിടക്കുകയാണ്. ഡാലിയ നിക്കോൾസൺ ആത്മഹത്യ ചെയ്യാനായി ടെറസിന്റെ മുകളിൽ നിന്ന് അവിടെയുള്ള ആ ചെറിയ ചുവന്റെ മുകളിലേക്ക് കയറിയിരുന്നു. ആ നിമിഷത്തിൽ ഡാലിയ കാല് തെന്നി താഴെ വീണതാണ്. ചാടാനായി അവൾക്ക് പറ്റിയില്ല. അതിന് മുമ്പ് അവൾ താഴേക്ക് വീണു.
അങ്ങനെ കാല് തന്നെ ഡാലി വീണത് താഴെ കെട്ടപ്പണിക്കായി ഇറക്കിയിരുന്ന മണലിന്റെ പുറത്താണ്. യഥാർത്ഥത്തിൽ ഡാലി താഴേക്ക് ചാടിയിരുന്നുവെങ്കിൽ ആ മണലിന്റെ അപ്പുറത്തേക്ക് വീണനെ. അതിന് മുമ്പ് ഡാലി വീണത് കൊണ്ട് അവൾക്ക് വലിയ പരിക്കൊന്നുമില്ല. പക്ഷേ ബോധം പൂർണ്ണമായി പോയിരിക്കുകയാണ്. ഡാലിയുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയ ഡസ്റ്റിൻ പെട്ടെന്ന് ഡാലിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഫ്ലോറൻസും വിക്ടോറിയയും ജൂലി ചേർന്ന് ഡസ്റ്റിൻ തടയാനാണ് ശ്രമിച്ചത്. ഉടൻ ഡസ്റ്റിൻ ആ ബെഡിൽ നിന്ന് അടിച്ചിട്ട് ഉറക്കെ അവരോട് പറഞ്ഞു, മാറൊക്കെ. ഡസ്റ്റിൻ ശബ്ദം മാറിയിരുന്നു. ആ മൂന്ന് സ്ത്രീകളും അറിയാതെ 2 സ്റ്റെപ്പ് പുറകോട്ട് മാറി. ഡസ്റ്റിൻ ഡാലിയെ പരിശോധിച്ചു പോയി. ഡാലിയെ പരിശോധിച്ച ഡസ്റ്റിൻ വേഗം തന്നെ സിൽവർ നീഡിലുകൾ ഉപയോഗിച്ച് ഒരു അക്യുപഞ്ചർ ചികിത്സ തുടങ്ങി. ഏകദേശം ഒരു അരമണിക്കൂർ ആകാറായിരുന്നു. ഡസ്റ്റിൻ ആ സിൽവർ നീഡിലുകളെല്ലാം ഊരിയെടുത്തു. അതൊക്കെ അയാളുടെ പോക്കറ്റിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോ ഡാലിയ സാവധാനം കണ്ണു തുറന്നു. ഉറക്കം എണീക്കുന്നത് പോലെയാണ് ഡാലിയ കണ്ണു തുറന്നത്. കണ്ണു തുറന്നപ്പോ അവൾ കണ്ടത് ഡസ്റ്റിൻ റൈസിനെയാണ്. ഡസ്റ്റിനെ കണ്ടതും ഡാലിയ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ആരാ നിങ്ങൾ? ഏയ് ഡാലിയ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളല്ല. ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനോട് പറഞ്ഞ വാചകം ഡാലിയുടെ വലതുവശത്ത് നിൽക്കുകയായിരുന്ന ഫ്ലോറൻസ് കൃത്യമായി കാണുകയും കേൾക്കുകയും ചെയ്തു. പെട്ടെന്ന് ഫ്ലോറൻസ് ഡാലിയുടെ കയ്യിൽ നിന്ന് തട്ടി. ഡാലി, നിനക്ക് കുഴപ്പമില്ലല്ലോ? അമ്മ എന്ത് ചോദിക്കുന്നത്? എനിക്കെന്ത് കുഴപ്പം? ഫ്ലോറൻസിനോടുള്ള ഡാലിയുടെ മറുപടി കേട്ടതും ജൂലിയും അടുത്തേക്ക് വന്നു. ഏയ് ഡാലിയ, അത് ഓക്കെ? ജൂലി നീയും അതേ ചോദ്യം ചോദിക്കുകയാണ്. എനിക്കെന്താ കുഴപ്പം? ജൂലിയോടും ഫ്ലോറൻസിനോടുമുള്ള ഡാലിയുടെ മറുപടി കേട്ടതും ഡസ്റ്റിൻ വീണ്ടും ഡാലിയോട് ചോദിച്ചു, ഏയ് ഡാലിയ, സത്യമായിട്ടും നിനക്ക് വേറെ കുഴപ്പമൊന്നും പോയില്ലല്ലോ? ഏയ് ആരാ നിങ്ങളെ ഞാൻ അറിയും. ഡാലിയ വീണ്ടും ആ ചോദ്യം ചോദിച്ചതും വിക്ടോറിയ ഡാലിയുടെ അടുത്തേക്ക് വന്നു. മോളെ ഡാലിയ, എന്നെ അറിയില്ലേ? ആന്റി എന്ത് ചോദ്യം ചോദിക്കുന്നത്? ആന്റി പിന്നെ എനിക്കറിയാതെ. ഡാലിയ വിക്ടോറിയയും തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലായതും ഫ്ലോറൻസും ജൂലിയും ഒന്ന് മുഖത്തോടെ നോക്കി. ഈ സമയത്ത് ഡാലിയ വീണ്ടും ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് നിങ്ങളെ ഞാൻ അറിയും. ഏയ് മോളെ, ഇതൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. പുള്ളിയുടെ ഹോസ്പിറ്റലിലെ മുറികളിലേക്ക് ഉള്ള രോഗികളെ കാണാൻ വന്നതാണ്. ഇങ്ങോട്ട് വന്നത് അങ്ങനെയാണ്. ഇൻഷുറൻസ് ഏജന്റും. എനിക്ക് ഇൻഷുറൻസ് ഒന്നും വേണ്ട. പെട്ടെന്ന് ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞു. ഡസ്റ്റിൻ അത് കേട്ടപ്പോ കിടക്കി എണീറ്റു. ഡാലിയ നിക്കോൾസന് ഒരു മറവി സംഭവിച്ചിരിക്കുകയാണ്. ഒരു പാർഷ്യൽ ആയിട്ടുള്ള മറവി, ഒരു തരത്തിലുള്ള അംനേഷ്യ. ഡസ്റ്റിൻ റൈസ് ഡാലിയുടെ മനസ്സിന്റെ താളം തെറ്റിച്ച നിമിഷത്തിലാണ് ഡാലിയ ആത്മഹത്യ ചെയ്യാനായി ആ ടെറസിന്റെ മുകളിൽ നിന്ന് ചുവരിന്റെ പുറത്തേക്ക് കയറിയത്. അവിടുന്ന് പാരപെറ്റിലേക്ക് ഇറങ്ങി താഴേക്ക് ചാടാനായിരുന്നു ഡാലിയുടെ ലക്ഷ്യം. ആ നിമിഷത്തിലാണ് അവൾ താഴേക്ക് വീണത്. ആ വീഴ്ചയിൽ അവൾ മണലിൽ തലയിടിച്ചാ വീണത്. തലയിലേറ്റ ആ ക്ഷതം അവളിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുഴപ്പങ്ങളിൽ ഒന്ന് അവളെ ശരിക്കും ഹോം ചെയ്തിരുന്ന ഡസ്റ്റിൻ റൈസ് എന്നുള്ള ആ ചിന്തയാണ് ബാധിച്ചത്. ഡസ്റ്റിൻ റൈസ് എന്ന ചിന്തയാണ് അവളെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അവളുടെ തല മണൽ ഇടിച്ച നിമിഷത്തിൽ ഒരു മാറ്റം സംഭവിച്ചതും അവിടെയാണ്. അവളുടെ ബോഡി ഡസ്റ്റിൻ റൈസ് എന്നുള്ള അവളുടെ ആ ചിന്തയെ പതുക്കെ മാച്ചു. അത് ബോഡിയുടെ ഒരു പ്രിപ്പറേഷനാണ്. ഏത് കാരണമാണോ അവളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത്, ആ കാരണം അവളുടെ മനസ്സിൽ നിന്ന് അങ്ങ് മറക്കപ്പെടുകയാണ്. ബോഡിയുടെ ഒരു കരുതൽ. ഡസ്റ്റിന് എന്തും പറഞ്ഞോന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. ഡസ്റ്റിൻ നോക്കി ഫ്ലോറൻസ് ഡസ്റ്റിനോടായി പറഞ്ഞു, ഏയ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് ഒന്നും വേണ്ട, നിങ്ങള് വേഗം സ്ഥലം വിടും. ഫ്ലോറൻസിന്റെ ആ ഡയലോഗ് സ്വാഭാവികമായും വിക്ടോറിയയും ജൂലിയൊക്കെ ഏറ്റെടുക്കുകയാണ്. അതെ അതെ, ഇവിടെ ഇൻഷുറൻസ് ഒന്നും വേണ്ട, നിങ്ങൾ പോയി. ഡസ്റ്റിൻ അവർ 3 പേരും നോക്കിയിട്ട് ആ മുറിയുടെ പുറത്തേക്ക് നടന്നു. വാതിൽക്കെത്തിയ ഡസ്റ്റിൻ തിരിഞ്ഞ് ഡാലിയെ നോക്കിയിട്ട് ഡാലിയോടായി പറഞ്ഞു, ഏയ് ഡാലിയ, നമ്മൾ തമ്മിൽ ഇനി കാണുമോന്ന് അറിയില്ല, എന്തായാലും നിനക്ക് നല്ലത് വരട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡസ്റ്റിൻ പെട്ടെന്ന് വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി. ഡസ്റ്റിന്റെ ആ വാചകം ഡാലിയക്ക് എന്തോ ഒരു അസ്വസ്ഥ ഉണ്ടാക്കി. ഡാലിയ ഫ്ലോറൻസിനോട് ചോദിച്ചു, അമ്മ അയാളെന്താ അങ്ങനെ പറഞ്ഞത്? ഏയ് ഡാലിയ, നീ അത് കാര്യമാക്കണ്ട. സത്യത്തിൽ ഡാലിയ, നിനക്ക് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി. കാർ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് ഏജന്റുകൾ ആക്സിഡന്റിലുള്ള കക്ഷികളെ തേടി പിടിച്ചെത്താറുണ്ട്. അയാളും അങ്ങനെ വന്നതാണ്. നിന്റെ കയ്യിൽ നിന്ന് ഒരു ക്ലെയിം കിട്ടുമെന്ന് അയാൾ കരുതിയത്. നിനക്ക് വരെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ലെയിമിന്റെ ആവശ്യമൊന്നുമില്ല. ജൂലി വളരെ വിശദമായിട്ട് തന്നെ എന്താണ് ഡാലിക്ക് സംഭവിച്ചെന്ന് ഡാലി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ടെറസിന്റെ മുകളിൽ കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോ താഴേക്ക് വീണതാണെന്നുള്ള കഥ ഡാലിയുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ട് ഒരു കാർ ആക്സിഡന്റിന്റെ കഥ ജൂലി അവതരിപ്പിച്ചപ്പോൾ അതിന് ചുവട് പിടിച്ചുകൊണ്ടായി ഫ്ലോറൻസിന്റെയും വിക്ടോറിയയുടെയും സംഭാഷണം. ഈ സമയത്ത് കാറിൽ കയറിയ ഡസ്റ്റിൻ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ ഡാലിയയ്ക്ക് ഉണ്ടായ മറവി എന്തുകൊണ്ടും നല്ലതാണ്. ഡാലിയുടെ മനസ്സിൽ ഡസ്റ്റിൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അത് ഡസ്റ്റിന് അറിയാം. പക്ഷേ 3 കൊല്ലക്കാലം തന്റെ ഭാര്യയായിരുന്ന ഡാലിയ നിക്കോൾസൺ തന്നെ ഇപ്പൊ തിരിച്ചറിയുന്ന പോലും ഇല്ല എന്നുള്ള ആ ചിന്ത ഡസ്റ്റിനെ തെല്ലൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. ഒരു വല്ലാത്ത നൊമ്പരമായി ആ ഓർമ്മ ഡസ്റ്റിന് ഉണ്ടാവുകയാണ്.
ഡസ്റ്റിൻ ഡാഡിയെ കുറിച്ചും ഇപ്പോഴത്തെ സാഹിത്യത്തെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടാണ് സഫേ ലോഡ്ജിൽ മടങ്ങിയെത്തുന്നത്. ഡസ്റ്റിൻ സഫേ ലോഡ്ജിൽ മടങ്ങിയെത്തുമ്പോൾ ഡസ്റ്റിനെ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസ്. ഡസ്റ്റിനെ കണ്ടതും കോൺഗ്രസ് ഓടി ഡസ്റ്റിന് അടുത്തെത്തി. സർ റൈസ്, ആകെ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? സർ റൈസ്, അവര് നമ്മുടെ ആളെ തല്ലി ഒതുക്കി. ആര്? ആ ജെയ്ഡ് മെയ്ഡൻകാർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഡസ്റ്റിനുമായി ആ മീറ്റിംഗ് ഹാളിൽ അടുത്തു. മീറ്റിംഗ് ഹാളിൽ ഡസ്റ്റിൻ കയറുമ്പോൾ അവിടെ രസകരമായ ഒരു രംഗമാണ് കാണുന്നത്. കിരൺ ഗ്യാങ്ങിലെ കുറെ ആളുകളുടെ കാല് അടിച്ചൊടിച്ചിരിക്കുകയാണ്. അവരൊക്കെ കാലൊടിഞ്ഞ് ആ മീറ്റിംഗ് ഹാളിൽ അങ്ങനെ കിടക്കുകയാണ്. അത് കണ്ടത് ഡസ്റ്റിൻ ചോദിച്ചു, ഇത് എന്താ സംഭവം? ആരെങ്ങനെ ചെയ്തത്? കോൺഗ്രസിന് അതിന് മറുപടി പറയേണ്ടി വന്നില്ല. മറുപടി പറയാനായി ഒരാൾ മുന്നോട്ട് വന്നു. ഡസ്റ്റിൻ, ഞാനാ അവരുടെ കൂട്ടുകാരെ തല്ലി ഓടിച്ചത്. ആ മറുപടി കേട്ട ഭാഗത്തേക്ക് നോക്കിയ ഡസ്റ്റിൻ ശരിക്കും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. അത് ബ്രിട്നി ബ്രിജിത്താണ്. നീ ഇങ്ങനെ നടത്തുകയെ? ഡസ്റ്റിൻ, അതെന്ത് ചോദ്യമാണ്? അവള് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഭാഗമല്ലേ? അപ്പൊ മറുപടി പറഞ്ഞത് സാക്ഷി ജെലീറ്റയാണ്. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളല്ലേ അവളെ നേരത്തെ പുറത്താക്കിയത്? നോക്ക് ഡസ്റ്റിൻ, ഡസ്റ്റിൻ പറഞ്ഞപ്പോ ഞങ്ങൾ അവളെ പുറത്താക്കി, അത് സത്യമാണ്. പക്ഷേ ഞങ്ങളിപ്പോ അവളെ തിരിച്ചെടുത്തു. പുറത്താക്കുന്നത് പോലെ തന്നെ തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ഞങ്ങൾ തിരിച്ചെടുക്കരുതെന്ന് ഡസ്റ്റിൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. വളരെ വളരെ കൃത്യമായ ഒരു പോയിന്റ് ആണ് ജെലീറ്റ ഉന്നയിക്കുന്നത്. ബ്രിട്നി ബ്രിജിത്തിനെ പുറത്താക്കാൻ മാത്രമേ ഡസ്റ്റിൻ ആവശ്യപ്പെട്ടു. അവളെ തിരിച്ചെടുക്കരുതെന്ന് ഡസ്റ്റിൻ അവളോട് പറഞ്ഞിട്ടില്ല. എന്തൊരു നാണക്കെട്ട സ്ത്രീകളാണ് നിങ്ങളൊക്കെ. നിങ്ങൾ ആരാ ഈ സന്യാസിനികൾ എന്ന് പറഞ്ഞത്? വാക്കിന് വിലയില്ലാത്ത കുറേയേറെ ആളുകൾ സന്യാസിനി എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണുന്നത്. ഡസ്റ്റിൻ ശരിക്കും ദേഷ്യപ്പെട്ട് അങ്ങനെ സംസാരിച്ചതും അകത്തുനിന്ന് എഡിത്ത് പാർക്ക് പുറത്തേക്ക് വന്നു. എഡിത്തിന് ഇപ്പൊ നന്നായി നടക്കാൻ പറ്റുന്നു. എഡിത്തിനെ കണ്ടതും ഡസ്റ്റിൻ എഡിത്തോടായി പറഞ്ഞു, മാഡം എഡിത്ത്, നിങ്ങൾ ഇത് കാണുന്നില്ലേ? ഈ സന്യാസി സമൂഹത്തിന്റെ ശൈലി ഇങ്ങനെയാണ്. ഡസ്റ്റിൻ, നിങ്ങളെന്താ ആവശ്യമില്ല ദേഷ്യപ്പെടുന്നത്? ഞാൻ ദേഷ്യപ്പെടുന്നതല്ല, എന്റെ ആളുകളുടെ കാലാണ് ഈ ലേഡി തല്ലി ഓടിച്ചത്. അതാണ് വലിയ സംഭവം. നിങ്ങളുടെ ആളുകൾ എന്ന് പറയുമ്പോൾ ഈ ഗ്യാങ്ങിലെ ഗുണ്ടകളല്ലേ? ഗുണ്ടകളുടെ കാലൊക്കെ തല്ലി ഓടിക്കുന്നത് വലിയ സംഭവമല്ല. സത്യത്തിൽ മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ എന്റെ ആളുകൾ അവർ കൊന്നനെ. ബ്രിട്നിയുടെ ചെയ്തികളെ പൂർണ്ണമായും എടുത്തങ്ങ് ന്യായീകരിക്കുകയാണ്. അത് കേട്ടതും ഡസ്റ്റിൻ എഡിത്തിനോട് വീണ്ടും എടുത്തു ചോദിച്ചു, അല്ല നിങ്ങൾ ഇവിടെ ന്യായീകരിക്കുകയാണ്? ഡസ്റ്റിൻ, ബ്രിട്നി ചെയ്തതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എഡിത്തിന്റെ ആ വാചകം പൂർത്തീകരിച്ചതും ഡസ്റ്റിൻ എഡിത്തിന് നേരെ നോക്കി അവരോടായി പറഞ്ഞു, എന്തൊരു നാണം കെട്ട സ്ത്രീയാ നിങ്ങള്. നാണം കെട്ട ഒരു വർഗം, അതിന് നാണം കെട്ട ഒരു ലീഡർ. നിങ്ങൾക്ക് നാണമെന്ന് വികാരമേ ഇല്ലേ? എന്ത് മോശ സ്ത്രീകളെ നിങ്ങളൊക്കെ. ഇത്രയും മോശ സ്ത്രീകളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡസ്റ്റിൻ അതിശക്തമായിട്ട് അയാളുടെ മനസ്സിലെ ആ വിഷമം അങ്ങനെ പറഞ്ഞതും എഴുത്തും ജെലീറ്റയും കൂടുതലുള്ള ആളുകളൊക്കെ വളരെയധികം ജ്വലിക്കുകയാണ്. ഡസ്റ്റിൻ, നിങ്ങൾ ആരെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് അറിയാമോ? ഞങ്ങൾ ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡുകാരാണ്. ഞങ്ങളെ കുറിച്ച് ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പറയാത്തത് വലിയ തെറ്റാണ്. നിങ്ങളെപ്പോലെ മോശം ആളുകൾ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാകില്ല. ഇത്രയേറെ നാണം കെട്ട നട്ടലില്ലാത്ത ജുത്സാവഹമായ പെരുമാറ്റങ്ങൾ മാത്രം ചെയ്യുന്ന തികച്ചും വൃത്തികെട്ട സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ. നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്തു പോകണം. ഡസ്റ്റിൻ വായി തോന്നിയതൊക്കെ ആ സ്ത്രീകൾക്ക് നേരെ പറഞ്ഞതും എഴുത്തും ജെലീറ്റയ്ക്ക് ശരിക്കും ദേഷ്യം കൊണ്ട് ജ്വലിക്കുകയാണ്. ജെലീറ്റ ഡസ്റ്റിൻ നേരെ നോക്കി ഉറക്കെ അലറുകയാണെന്ന് പറയാം. ഡസ്റ്റിൻ, നീ അധികം കളിക്കട്ട. അങ്ങനെ ജെലീറ്റ പറഞ്ഞതും കോൺഗ്രസ് ജെലീറ്റയുടെ മുന്നിലേക്ക് കയറി. കോൺഗ്രസിനെ കണ്ടതും ജെലീറ്റ ഒന്ന് പരിങ്ങി. ആ നിമിഷത്തിൽ ഡസ്റ്റിൻ ജെലീറ്റയോടും എഡിത്തിനോടായും പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരാം. നിങ്ങൾ ഇവിടെ കാലിൽ തല്ലി ഓടിക്കണം. ബ്രിട്നിയെ ചൂണ്ടിയാണ് ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞത്. കാല് തല്ലി ഓടിക്കാനും നടന്നു തന്നെ. ഡസ്റ്റിൻ, നിന്റെ ആളുകളുടെ കാലെ ഞങ്ങൾ തല്ലി ഓടിച്ചോളൂ. തലയെടുക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. ജെലീറ്റ വീണ്ടും അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ കോൺഗ്രസിനോട് പറഞ്ഞു, കോൺഗ്രസ് ഇനി അവരുടെ സഹായം വേണ്ട, അവളെ കാലങ്ങ് തല്ലി ഓടിച്ചാൽ. കേൾക്കേണ്ട താമസം മുന്നോട്ട് കുതിച്ചാൽ കോൺഗ്രസ് വലത് കാലിൽ ഒരു ഒറ്റ ചവിട്ട്. എന്താണ് സംഭവിക്കുന്നത് ബ്രിട്ടനിക്ക് മനസ്സിലാക്കി മുമ്പ് അവളുടെ ഇടത് കാല് തറയിലിടിച്ചു. ഇടത് കാലിലാണ് കോൺഗ്രസ് ചവിട്ടിയത്. കൃത്യം മുട്ടിലാണ്. ടപ്പ് എന്ന ശബ്ദത്തോടു കൂടി ആ കാല് തറയിലിടിച്ചു. ഒരു കാലിടിച്ച് ബ്രിട്ടനി താഴെ വീണിരിക്കുകയാണ്. ബ്രിട്ടനി വേദന കൊണ്ട് പുളയുകയാണ്. വേദന കൊണ്ട് പുളയുന്ന ബ്രിട്ടനിയെ നോക്കിയിട്ട് ഡസ്റ്റിൻ കോൺഗ്രസ് പറഞ്ഞു, അവളുടെ രണ്ടാമത്തെ കാലിലൂടെ ചവിട്ടി ഓടിക്കും. കേൾക്കേണ്ട താമസം കോൺഗ്രസ് ബ്രിട്ടനിയുടെ നേരെ നടക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടു. സ്റ്റോപ്പ്! ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കുമ്പോൾ നിക്കിയുടെ കഴുത്തിൽ ഒരു കത്തി ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എഡിത്ത് പാർക്ക്. നിക്കിയുടെ കഴുത്തിലേക്ക് കത്തി ചേർത്ത് പിടിച്ചിരിക്കുന്ന എഡിത്ത് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ബ്രിട്ടനി എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇവിടെ കൊല്ലും. എഡിത്ത്, നിക്കി, നിങ്ങളെ ശിക്ഷയല്ലേ? നിങ്ങൾ എന്തിനാ അവളെ ഉപദ്രവിക്കുന്നത്? എനിക്ക് ബ്രിട്ടനി കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ.
അങ്ങനെ പറഞ്ഞിട്ട് നിക്കിയുടെ കഴുത്തിലേക്ക് വീണ്ടും എടുത്ത് കത്തി ചേർത്ത് പിടിച്ചു. അത് കണ്ടതും ഡസ്റ്റിൻ കോൺലിയസിനോട് പറഞ്ഞു, ഓക്കെ, അവളെ വിട്ടേക്ക്. ബ്രിട്നി ബ്രിജത്തിന്റെ അടുത്തുനിന്ന് കോൺലിയസ് മാറിയതും എഴുത്ത് അവരുടെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ബ്രിട്നിയെ പുറത്തേക്ക് കൊണ്ടു. എഴുത്തിന്റെ ആദ്യത്തെ കേട്ടതും ആ സിസ്റ്റർഹുഡിലെ സന്യാസിമാർ ബ്രിജത്തിനെ ഒരു പരുവത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അവളെ ഒരു കാല് ശരിക്കും വേദനിക്കുന്നു. വാതിൽ വഴി പുറത്തേക്ക് പോകുമ്പോൾ ബ്രിജത്ത് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, എന്റെ കാല് തല്ലി ഒടിച്ചല്ലേ, നീ നോക്കിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവൾ വാതിൽ വഴി പുറത്തേക്ക് നീങ്ങുന്നത്. ഈ സമയത്ത് എഴുത്ത് നിക്കയെ തലയിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ തലയുടെ അടുത്തേക്ക് കത്തി ചേർത്ത് പിടിച്ചുകൊണ്ട് ഡസ്റ്റിനോടായി എഴുത്ത് പറഞ്ഞു, നോക്ക ഡസ്റ്റിൻ, ഇവിടെ ഞാൻ ഈ നിമിഷം കൊല്ലും. ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എനിക്ക് ആ ബുക്ക് വേണം. ഏത് ബുക്ക്? ഡസ്റ്റിൻ, എനിക്ക് ആ ജെയിൻ മെയ്ഡൻ മാൻസ്ക്രിപ്റ്റ് വേണം. ആ സ്ക്രിപ്ചർ നിങ്ങളുടെ കൈവശമുണ്ട്. ഓക്കെ, എന്റെ കൈവശം പുസ്തകമൊന്നുമില്ല. ഉണ്ടായിരുന്ന പുസ്തകം ഞാൻ നിങ്ങൾക്ക് നൽകിയതല്ലേ. ഡസ്റ്റിൻ അങ്ങനെ തീർത്ത് പറഞ്ഞതും എഴുത്ത് നിക്കിയുടെ തലയിൽ ഒന്ന് ഇടിച്ചിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാൻ 3 ദിവസത്തെ സമയം നിങ്ങൾക്ക് തരാം. 3 ദിവസത്തിനകം എനിക്ക് ആ പുസ്തകം കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും ഞാൻ കൊല്ലും. അങ്ങനെ പറഞ്ഞിട്ട് എഡിത്ത് പാർക്കർ ജെനിറ്റയ്ക്കും ബാക്കിയുള്ള ആളുകൾക്കൊപ്പം പുറത്തേക്കിറങ്ങി. ഈ സമയത്ത് നിക്കി ഹോസ്റ്റ് വല്ലാത്തൊരു കാഴ്ചയാണ്. അവൾ കുറച്ചു നേരം മുമ്പ് എഡിത്ത് പാർക്കറെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഡസ്റ്റിനൊപ്പം നിന്നതാണ്. അതേ എഡിത്ത് പാർക്കർ അവളെ ക്രൂരമായി ഉപദ്രവിച്ചിരിക്കുകയാണ്. എഴുത്ത് പോയി കഴിഞ്ഞതും തറയിൽ വീണ് കിടക്കുന്ന നിക്കിയുടെ അടുത്തിരുന്ന ഡസ്റ്റിൻ നിക്കിയോട് ചോദിച്ചു, നിക്കി, ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ ഈ സന്യാസി സമൂഹത്തിന്റെ കള്ളത്തരങ്ങൾ മനസ്സിലായി? ഡസ്റ്റിന്റെ ചോദ്യത്തിന്റെ അർത്ഥം നിക്കിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവൾ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, എനിക്ക് ഈ സന്യാസി സമൂഹം അല്ലാതെ വേറൊന്നുമില്ല. അവരെത്ര എന്നെ ഉപദ്രവിച്ചാലും എനിക്ക് അവരെ വിട്ടുപോകാനാവില്ല. പക്ഷെ നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ നിക്കിയെ പിടിച്ച് എണീപ്പിച്ചു. നിക്കിയെ പിടിച്ച് എണീപ്പിച്ചിട്ട് ഡസ്റ്റിൻ നിക്കിയോടായി പറഞ്ഞു, ഇവിടെ ഈ കിരിൻ ഗ്യാങ്ങിൽ നിന്റെ ചേട്ടൻ നെൽസൺ ഫോസ്റ്റർ ഒഴിവായ ഒരു പോസ്റ്റ് ഉണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ ഗ്യാങ് ലീഡറായി നിന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്യാം. കിരിൻ ഗ്യാങ്ങിനകത്ത് പല ഗ്രൂപ്പുകളുണ്ട്. അത് ഒരു ഗ്രൂപ്പ് ഷാഡോ ഗ്രൂപ്പാണ്. ആ ഷാഡോ ഗ്രൂപ്പിന്റെ തലവനാണ് കോൺലിയസ്. അതുപോലെ വേറെ ഗ്രൂപ്പുകളുണ്ട്. കിരിൻ ഗ്യാങ്ങിനകത്തുള്ള ഗ്രൂപ്പുകളിൽ ഡസ്റ്റിന് ഏറ്റവും പ്രിയപ്പെട്ടത് ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് നിക്കി ഹൗസിനെ കൊണ്ടുവരാമെന്നാണ് ഡസ്റ്റിൻ നിക്കിയോട് പറഞ്ഞത്. അത് കേട്ടപ്പോ നിക്കിക്ക് ശരിക്കും സന്തോഷമുണ്ട്. സന്തോഷത്തോടെ നിക്കി ചിരിക്കുന്ന കണ്ടത് ഡസ്റ്റിൻ എല്ലാവരോടായി പറഞ്ഞു, നമുക്ക് നിക്കി നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് വന്നതിന്റെ ആഘോഷം ഇന്നൊന്ന് നടത്തണം. ഇന്ന് വൈകുന്നേരം ഒരു ബാങ്കറ്റ് പാർട്ടി നമുക്ക് നിക്കിക്ക് ഇവിടെ നടത്തണം. ഡസ്റ്റിന്റെ ഉത്തരവ് കിട്ടിയതും അന്ന് വൈകുന്നേരത്തെ ബാങ്കറ്റ് പാർട്ടി അടിപൊളി ആക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് കോൺലിയസും ടീമംഗങ്ങളും കടക്കുകയാണ്. ഈ സമയത്ത് ഡസ്റ്റിൻ ഒരു നോട്ട്ബുക്ക് എടുത്ത് നിക്കിക്ക് വേണ്ടി ഒരു കാര്യം എഴുതി തുടങ്ങി. ഡസ്റ്റിന്റെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ജെയ്ഡ് മെയ്ഡൻ മാനുസ്ക്രിപ്റ്റ് പതിഞ്ഞു കിടപ്പുണ്ട്. ആ മാനുസ്ക്രിപ്റ്റ് ഡസ്റ്റിൻ നിക്കിക്ക് വേണ്ടി ഡസ്റ്റിന്റെ ഓർമ്മയിൽ നിന്ന് അതുപോലെ എഴുതുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്നതാണ് ഡസ്റ്റിന്റെ ആ ഓർമ്മശക്തി. വർഷങ്ങൾക്ക് മുമ്പാണ് ജെയ്ഡ് മെയ്ഡൻ മാനുസ്ക്രിപ്റ്റ് ഡസ്റ്റിൻ വായിക്കുന്നത്. ആ പുസ്തകത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അതുപോലെ തന്നെ ഡസ്റ്റിൻ എഴുതുമ്പോൾ ശരിക്കും വല്ലാത്തൊരു കൗതുകം നിക്കിക്കുണ്ട്. ഈ മാനുസ്ക്രിപ്റ്റ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്താൽ അവൾക്ക് ഉറപ്പായിട്ടും ഒരു ഗ്രാൻഡ് മാസ്റ്ററായി വളരാൻ പറ്റും. മാർഷൽ ആർട്സ് മേഖലയിൽ നിൽക്കുന്ന ഏതൊരാൾക്കും ഒരു സ്വപ്നമാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി എന്ന് പറയുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലേക്ക് എത്താനായി കാലങ്ങളായി പരിശ്രമിക്കുന്ന വ്യക്തിയാണ് എഡിത്ത് പാർക്കർ. അവർ ഒരു ഹാഫ് ഗ്രാൻഡ് മാസ്റ്റർ പൊസിഷനിൽ എത്തിയിട്ട് കാലം കുറയായി. അവർ ഒരു ഇഞ്ചി പോലും അവർ മുന്നേറുന്നില്ല. ഈ ജെയ്ഡ് മെയ്ഡൻ മാനുസ്ക്രിപ്റ്റ് കിട്ടിയാൽ അവർക്ക് ഉറപ്പായിട്ടും ആ ഗ്രാൻഡ് മാസ്റ്റർ പദവിയിൽ എത്താൻ പറ്റും. അതിനുവേണ്ടിയാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡസൻ റൈസ് ആ മാനുസ്ക്രിപ്റ്റ് എഴുതി പൂർത്തീകരിച്ച് നിക്കിക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴേക്കും ബാങ്കറ്റ് പാർട്ടി തുടങ്ങി. സഭയെക്കുറിച്ച് വളരെ വിശാലമായ ഒരു ബിൽഡിംഗ് ആണ്. അവിടെയുള്ള വിശാലമായ ബാങ്കറ്റ് ഹാളിൽ അനവധി ടേബിളുകളുണ്ട്. ഒരു ടേബിളിനടുത്ത് ഡസ്റ്റുണ്ട്. സകലരും ആ പാർട്ടിയിൽ ആടി തിമർക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവരെല്ലാവരും വൈൻ കുടിക്കുന്നുണ്ട്. ഭക്ഷണവും വൈനുമായിട്ട് ഒരു അടിപൊളി പാർട്ടി നടക്കുകയാണ്. ഈ സമയത്ത് ഒരു ടേബിളിൽ ഇരിക്കുന്ന ജോർജ് അടുത്തിരിക്കുന്ന ആളെ കണ്ടു. അവൻ മേശപ്പുറത്ത് തലവെച്ചിടക്കുകയാണ്. ഇവന് ഒരു കപ്പാസിറ്റി ഇല്ലേ, ഇത്രയും കുടിച്ചപ്പോഴത്തേക്ക് അവൻ ഔട്ടായി. അങ്ങനെ പറഞ്ഞതും ജോർജ് പെട്ടെന്ന് മേശപ്പുറത്തേക്ക് തല ചായ്ക്കുകയാണ്. ഈ സമയത്ത് 2 ടേബിളിന് അപ്പുറത്തിരിക്കുന്ന കോൺലിയസ് ചുറ്റുമുള്ള ടേബിളിലേക്ക് നോക്കിയപ്പോ സകലരും ടേബിളിലേക്ക് തലവെച്ച് കഴിഞ്ഞു. ചിലരൊക്കെ തറയിൽ വീണ് കിടക്കുകയാണ്. പെട്ടെന്ന് കോൺലിയസ് ഡസ്റ്റിനെ നോക്കി ഉറക്കെ പറഞ്ഞു,
സർ റൈസ് ആരോ പോയിസൺ കലർത്തിയിരിക്കുകയാണ്. പോയിസൺ കലർത്തിയിരിക്കുകയാണെന്ന് കോൺലീസ് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പറയും വീണ് കഴിഞ്ഞിട്ടുണ്ട്. പോയിസൺ എന്ന വാക്ക് ചിലരൊക്കെ കേട്ടു. അവർക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റും മുമ്പ് അവരും താഴേക്ക് വീണു. അവർ കഴിച്ച ഏതോ ഭക്ഷണത്തിൽ പോയിസൺ കലർത്തിയിരിക്കുകയാണ്. ഡസൻ പെട്ടെന്ന് ഉറക്കെ ചോദിച്ചു, ആരാ വിഷം കലർത്തിയത്? അതിന് ഒരു മറുപടി കോൺലീസ് പറയും മുമ്പ് ആ ഹാളിലെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് വന്നാൽ ഒരു സ്ത്രീ മറുപടി പറഞ്ഞു, ഹേയ് ഡസ്റ്റിൻ, അതിനെക്കുറിച്ച് കൂടുതൽ ഇനി തിരക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്വന്തം നിക്കിയ ചെയ്തത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്നത് സാക്ഷാൽ എഡിത്ത് പാർക്കറാണ്. എഡിത്ത് പാർക്കറും ജെലിറ്റയും കൊന്നി ബ്രിട്നിയും അകത്തേക്ക് വരുന്നുണ്ട്. ആ ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിന്റെ ഭാഗമായ ഒത്തിരിയേറെ ആളുകൾ അകത്തേക്ക് വന്നിരിക്കുന്നു. എല്ലാവരും ശരിക്കും ആയുധധാരികളുമാണ്. ഡസൻ അമ്പരപ്പോടെ നിക്കിയോട് ചോദിച്ചു, നിക്കി നീ? ഡസൻ സോറി. ഡസൻ സത്യമായിട്ടും ഡസനെ ഉപദ്രവിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. പക്ഷെ ഇവരൊക്കെ ശിക്ഷ അർഹിക്കുന്നവരാണ്. ഹിരൻ ഗ്യാങ്ങിലെ മുഴുവൻ ആളുകളെയും കുടിപ്പിച്ച് കിടത്തിയതിന് ശേഷം നിക്കി ഫോസ്റ്റ് അങ്ങനെ പറഞ്ഞപ്പോ എഴുത്തും ജെലിറ്റയ്ക്ക് ഒന്ന് ചിരിച്ചു. ഡസൻ, ഇങ്ങനൊരു തിരിച്ചടി നീ പ്രതീക്ഷിച്ചതല്ലേ? ഡസൻ, നിനക്ക് ഞാനൊരു ഓഫർ തരാം. നീ നിന്റെ കൈവശമുള്ള ജെയ്ഡ് മെയ്ഡിന്റെ മാസ്ക്രിപ്റ്റ് എനിക്ക് നൽകിയാൽ നിന്നെ അധികം വേദനിപ്പിക്കാതെ കൊല്ലാൻ ഞാൻ ഇവർക്ക് അനുവാദം കൊടുക്കും. മാഡം എഡിത്ത്, ഡസനെ കൊല്ലേണ്ട കാര്യമില്ല. ഡസൻ എനിക്കത് തന്നു. എന്ത് തന്നു? മാഡം എഡിത്ത്, മാസ്ക്രിപ്റ്റ് എനിക്ക് കിട്ടി. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിക്കി ആ മുറിയിലെ ഒരു അലമാരയുടെ നേരെ കൂടി. അവൾ നേരത്തെ ഡസന് കൊടുത്ത ആ മാൻസ്ക്രിപ്റ്റ് ആ അലമാരയിലാണ് വെച്ചിരിക്കുന്നത്. അവൾ ആ മാൻസ്ക്രിപ്റ്റുമായി ഓടി എഴുത്തിനടുത്തോ. എഴുത്തിന്റെ കയ്യിലേക്ക് ആ മാൻസ്ക്രിപ്റ്റ് അവൾ വെച്ചു കൊടുത്തു. എഴുത്ത് ആ മാൻസ്ക്രിപ്റ്റ് അതിലേക്ക് മറിക്കുകയാണ്. ആ മാൻസ്ക്രിപ്റ്റ് മറിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തിന്റെ കണ്ണിങ്ങനെ തള്ളി വരികയാണ്. അവൾ വളരെ കാലങ്ങളായി ആഗ്രഹിച്ചത് ആ മാൻസ്ക്രിപ്റ്റിന്റെ ഫുൾ പതിപ്പാണ് ഇപ്പൊ ഇതാ എഴുത്തിന്റെ കയ്യിരിക്കുന്നത്. എനിക്ക് ഈ പ്രവൃത്തി മൂലം നീ എന്റെ പ്രിയപ്പെട്ട ശിഷ്യയായിരിക്കുകയാണ്. നിന്നെ ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിൽ അനവധി പൊസിഷൻസ് ഉണ്ട്. ആ പല പൊസിഷൻസും ഇനി ഇതാ നിക്കി കൂടി ലഭിക്കുമെന്നാണ് എഴുത്ത് പറയുന്നത്. എഴുത്തിന്റെ വാക്കുകൾ കേട്ടപ്പോ നിക്കിക്ക് ശരിക്കും സന്തോഷം. ചിരിച്ചു നിൽക്കുന്ന നിക്കിയോടായി എഴുത്ത് പറഞ്ഞു, നിക്കി, നീ പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യണം. മാഡം എഴുത്ത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ ആ ഡസ്നെ കൊല്ലണം. മാഡം എന്തായി പറയുന്നത്? ഏയ് നിക്കി, ഇവിടെയുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ കൊല്ലാൻ പോവുകയാണ്. അപ്പോ അത് തുടക്കം കുറിക്കേണ്ടത് ഡസ്നിൽ നിന്നാണ്. ഡസ്നെ കൊല്ലാനുള്ള അവകാശം നിനക്ക് തന്നെയാണ്. നീ ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട ശിക്ഷയാണല്ലോ. മാഡം എഡിത്ത്, എന്നെ കൊണ്ട് പറ്റില്ല. നിക്കി, നീ തന്നെ അത് ചെയ്യണം. നീ അത് ചെയ്താൽ മാത്രമേ നിനക്ക് മുന്നോട്ടുള്ള വളർച്ചയും ഇതുപോലെ ഏതെങ്കിലും തടസ്സം വരുമ്പോ കണ്ടു ചിമാതെ ആ കാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് എഴുത്ത് ഒരു വാള് നിക്കിയുടെ കയ്യിലേക്ക് കൊടുത്തു. നിക്കി, നീ ചെല്ല്. ഡസൻ റൈസ് ഇരിക്കുന്ന മേശയ്ക്ക് നേരെ നിക്കി അവർ തള്ളിയിട്ടു. നിക്കി ആ വാളുമായി ഡസന് നേരെ നടക്കുകയാണ്. അവൾ ആ വാളുമായി നടന്ന് ഡസന്റെ മേശയ്ക്ക് ഏതാനും അടി മുന്നിലെത്തിയപ്പോ പെട്ടെന്ന് അവൾ താഴേക്ക് വീഴുകയാണ്. അവളുടെ കയ്യിൽ നിന്ന് ആ വാള് താഴേക്ക് വീണു. അവൾ ഉറക്കെ എഴുത്തിനോട് പറഞ്ഞു, മാഡം എഡിത്ത്, സോറി, എന്നെ കൊണ്ട് പറ്റില്ല. ഡസൻ റൈസ് അവളുടെ സഹോദരൻ നെൽസന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. നെൽസനെ കൊന്ന ആളുകളോട് പ്രതികാരം ചെയ്ത വ്യക്തി ഡസ്റ്റിനാണ്. അതേ ഡസ്റ്റിനാണ് അവളെയും സഹായിച്ചിരിക്കുന്നത്. ആ ഡസ്റ്റിനെ കൊല്ലാൻ അവൾക്ക് പറ്റില്ല എന്ന് അവൾ തീർത്തു പറഞ്ഞതും എടുത്ത് ഉറക്കെ നിക്കിയോട് പറഞ്ഞു, സാഹചര്യത്തിനനുസരിച്ച് വളരാൻ പറ്റാത്ത നീയൊക്കെ എങ്ങനെയാണോ ഒരു ലീഡറായി മാറുക? നിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ വിചാരിച്ചപ്പോ നീ ഈ ശൈലിയിൽ ഒരു ദുർബലയായി പോയല്ലോ. ഒരാളെ എങ്ങനെ കൊല്ലുമെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എടുത്തു പറഞ്ഞതും ബ്രിട്നി ബ്രിജസ് എഡിറ്ററോട് പറഞ്ഞു, മാഡം ഇടപെടണ്ട, ഇവനെ ഞാനിപ്പോ ശരിയാക്കി തരാം. എന്നെ ഒരു കാര്യം അടിച്ചുപിടിപ്പിച്ചത് ഇവൻ കാരണമല്ലേ, ഇവനെ ഞാൻ തീർക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാലം തറയിൽ ഊന്നി പതുക്കെ ബ്രിട്നി ഡസ്റ്റിന് നേരെ നടക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു വാളുണ്ട്. കുടിച്ച് ഫിറ്റായിരിക്കുകയാണ് ഡസ്റ്റിൻ. ഡസ്റ്റിന് തിരിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവൾക്ക് 100% ഉറപ്പാണ്. ഡസ്റ്റിന് മാത്രമല്ല, ആ മുറിയിലുള്ള ആർക്കും തന്നെ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സകല ശരീരത്തിലേക്കും വൈൻ വഴി വിഷം കലർന്നിരിക്കുകയാണ്.
വാളുമായി ഡസ്റ്റിന്റെ ടേബിളിന് നേരെ നടന്നു വരികയാണ് ബ്രിട്നി. പെട്ടെന്ന് ബ്രിട്നി അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് തറയിലേക്ക് വീണു. ബ്രിട്നിയുടെ വലത് കാൽമുട്ടിൽ ഒരു ഫോർക്ക് തറച്ചു കയറിയിരിക്കുകയാണ്. കാലടിച്ച് തറയിലേക്ക് ബ്രിട്നി വീഴുമ്പോ ശരിക്കും ഒരു അമ്പരപ്പ് ആ ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിലെ സഹോദരനുണ്ടായി. ആരാ ബ്രിട്നിയെ ആക്രമിച്ചത്? ആ ചോദ്യം അവരുടെ മനസ്സിലേക്ക് വന്നതും സകലിന്റെ ശ്രദ്ധ ടേബിളിലെ ഡസ്റ്റിലേക്ക് വന്നു. ഡസ്റ്റിൻ ബ്രിട്നിയോട് പറഞ്ഞു, ബ്രിട്നി, നിന്റെ രണ്ടാമത്തെ കാര്യം തല്ലി ഒടിക്കാൻ ഞാൻ താമസിച്ചു പോയെന്നുള്ള സത്യമാണ്. പക്ഷെ ഇപ്പോ ശരിയായി. ഡസ്റ്റിനാണ് ബ്രിട്നിയെ ആക്രമിച്ചതെന്ന് കേട്ടതും എഴുത്തിന് ശരിക്കും ദേഷ്യം വരികയാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയാണ് ബ്രിട്നി ബ്രിജത്ത്. ആ ബ്രിട്നിയുടെ കാലാണ് ഡസ്റ്റ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് എറിഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നത്. ദേഷ്യം കൊണ്ട് ചുമന്ന എഴുത്ത് പെട്ടെന്നാണ് അവരുടെ വാൾ വലിച്ചുഴി ഡസ്റ്റിനെ കുതിച്ചത്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് എഴുത്ത് ഡസ്റ്റിനെ കുതിക്കുന്നത്. ആ ബാങ്കറ്റ് ഹോളിൽ ഒത്തിരിയേറെ ടേബിളുകൾ അറയിച്ചിരിക്കുകയാണ്. അതിവേഗതയിൽ ആ ടേബിളുകൾക്കിടയിലൂടെ എഴുത്ത് മുന്നോട്ട് കുതിച്ചതും ഡസ്റ്റിൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റു. ഡസ്റ്റിൻ ടേബിളിന്റെ അടുത്ത് നിന്ന് എണീറ്റതും എഴുത്ത് തലയെ ചാടി വീർന്നുകൂടി ടേബിളിന്റെ മുകളിലേക്ക് എത്തുന്നതും ആ ടേബിളിലൂടെ ലൈറ്റിന്റെ വേഗത്തിൽ മുന്നോട്ട് പാഞ്ഞ് ആകാശത്തേക്ക് പറക്കുന്നതുമാണ് ആ സന്യാസിനെ കൂട്ടം കാണുന്നത്. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ടേബിളിന്റെ മുകളിലൂടെ ഡസ്റ്റിനെ കഴുത്ത് ലക്ഷ്യമാക്കിക്കൊണ്ട് എഴുത്ത് ആ വാള് ആഞ്ഞൊന്ന് വീശി. ശരിക്കും ആ നിമിഷത്തിൽ ആ വാളിൽ നിന്ന് ഒരു പ്രകാശം ഡസ്റ്റിന് നേരെ പാഞ്ഞു വരുന്നുണ്ട്. ഡസ്റ്റിന് നേരെ ആഞ്ഞു വീശിയ വാൾ ഡസ്റ്റിന്റെ കഴുത്തിനടുത്തെത്തിയതും ഡസ്റ്റിൻ ആ വാളിലൊന്ന് പിടിച്ചു. ആ നിമിഷത്തിൽ തന്നെ ആ വാൾ രണ്ട് കഷ്ടമാകുന്നതോടൊപ്പം ആ സന്യാസിനി സമൂഹം മറ്റൊരു കാഴ്ച കൂടി കണ്ടു. എഴുത്ത് തിരിച്ചു പറക്കുന്ന കാഴ്ച. അവിടെയുള്ള ആ ഡൈനിങ് ഹാളിലെ ടേബിളുകൾക്ക് മുകളിലൂടെ പറന്ന എഴുത്ത് ഇപ്പോ ചുവരിൽ ഒരു ചിത്രം കണക്ക് തൂങ്ങി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്ന് ആർക്കും ഒരു പിടിയില്ല. ഡസ്റ്റിനും വളരെ അടുത്തുണ്ടായിരുന്ന ബ്രിട്നി സ്പിയേഴ്സും നിക്കി ഹോസ്റ്റും പക്ഷെ ആ കാഴ്ച വ്യക്തമായി കണ്ടു. ഇടത് കൈകൊണ്ട് വാളെ പിടിച്ച ഡസ്റ്റിൻ വലത് കൈകൊണ്ട് എഴുത്തിനെ ഇടിക്കുന്നത് അവർ രണ്ടുപേരെയും കണ്ടു. ആ ഇടിയുടെ ആഘാതത്തിലാണ് എഴുത്ത് പുറകോട്ട് തെറിച്ചത്. ഇപ്പോ ഒരു കലണ്ടർ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന പോലെ അവർ ചുവരിൽ അങ്ങനെ ചാരി നിൽക്കുകയാണ്. അവിടെ വായ്പുടി രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോ ആ ബാങ്കറ്റ് ഹാളിൽ പൂർണ്ണ നിശബ്ദതയാണ്. ഒരു സെമി ഗ്രാൻഡ് മാസ്റ്റർ ആണ് എഡിത്ത് പാർക്കർ. ആ സെമി ഗ്രാൻഡ് മാസ്റ്ററെ ഡസൻ റൈസ് അങ്ങനെ ഇടിച്ചു തെറിപ്പിക്കുമെന്ന് അവരാരും കരുതിയിരുന്നല്ല. കോൺലിയസ് ആണ് ഡസിനൊപ്പമുള്ള ശക്തൻ. ആ കോൺലിയസ് വിഷം കിടന്ന വൈൻ കുടിച്ച് എണീക്കാൻ പറ്റാത്ത പരുവത്തിലാണ്. ഡസ്റ്റിനും അതുപോലെ വൈൻ കുടിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഡസ്റ്റിൻ ഈ ശൈലിയിൽ തിരിച്ചു പ്രതികരിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. സകലരും നിശബ്ദരായി അമ്പരപ്പോടെ തിരിഞ്ഞ് ചുവരിലേക്ക് നോക്കുമ്പോൾ ചുവരിൽ തറച്ചുപോയ എഴുത്ത് ഒന്ന് കുലുങ്ങി. അവരും ആകെ അമ്പരപ്പിലാണ്. ഒന്ന് കുലുങ്ങിയ എഴുത്ത് പെട്ടെന്ന് മുന്നോട്ട് ചാടി. എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എഴുത്തിനൊരു പിടിയുമില്ല. മുന്നോട്ട് ചാടിയ എഴുത്ത് ദേഷ്യത്തോടെ ഡസ്റ്റിനെ പിന്നെ കുതിച്ചതും ഈ നിമിഷത്തിൽ ഡസ്റ്റിനും അവർക്ക് നേരെ കുതിച്ചു. ഡസ്റ്റിനടുത്തേക്ക് ഓടിയെത്തി എഴുത്ത് പെട്ടെന്ന് ഒരു കാഴ്ചയായി മാറി. ഇപ്പോൾ എഴുത്തിന്റെ കഴുത്തിൽ ഡസ്റ്റിന്റെ കൈയിരിക്കുക. കഴുത്തിൽ പിടിച്ച് എഴുത്തിനെ ഡസ്റ്റിനെ പൊക്കിയെടുത്തിട്ട് തറയിലേക്കൂടെ ചെയ്യറി. എഴുത്ത് യഥാർത്ഥത്തിൽ വൻ വേഗതയിൽ ഡസ്റ്റിനടുത്തേക്ക് ഓടി വന്നതാണ്. പക്ഷെ ആ നിമിഷത്തിൽ ഡസ്റ്റിനെ കഴുത്തിലേക്ക് പിടിക്കുകയും പൊക്കിയെടുത്ത് തറയിലേക്കൂടെ എറിയുകയും ടേബിളുകളുടെ ഇടയിലേക്ക് വീണ എഴുത്ത് എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പോഴേക്കും ഡസ്റ്റിൻ അവന്റെ മുകളിലുണ്ട്. അവരുടെ നെഞ്ചിൽ മുട്ട് അമർത്തി പിടിച്ചിട്ട് കുനിഞ്ഞ ഡസ്റ്റിൻ അവരുടെ ഇരു കവളിലും മാറി തിരിഞ്ഞു അടിക്കുകയാണ്. പടക്കം പൊട്ടുപോലെയാണ് ആ ഓരോ അടിയുടെയും ശബ്ദം കേൾക്കുന്നത്. അവരുടെ ഇരു കവളിലും ഡസ്റ്റിന്റെ കൈ അങ്ങനെ പതിയുമ്പോൾ അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ്. ഡസ്റ്റിൻ ശരിക്കും ദേഷ്യത്തിലാണ്. പെട്ടെന്നാണ് നിക്കി ഹോസ്റ്റ് ഓടി വന്ന് അവരുടെ പുറത്തേക്ക് വീഴുന്നത്. എഡിൻ പാർക്കറെ ഡസ്റ്റിൻ തല്ലിക്കൊല്ലുമെന്ന് തോന്നുന്ന നിമിഷത്തിൽ പാർക്കറിന്റെ മുകളിലേക്ക് നിക്കി ഹോസ്റ്റ് വീഴുകയായിരുന്നു. പാർക്കറിന്റെ മുകളിലേക്ക് വീണ നിക്കി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ പ്ലീസ് മാഡത്തെ തലരുത്, എന്നെ വേണമെങ്കിൽ തല്ലിക്കോളും. ദേഷ്യം വന്ന ഡസ്റ്റിൻ അടിക്കാനായി കൈ ഉയർത്തിയതാണ്. പക്ഷെ നിക്കിയുടെ മുഖത്തേക്ക് കൊണ്ടുവന്ന കൈ ഡസ്റ്റിൻ പിൻവലിച്ചു. നെൽസന്റെ അനുജത്തിയെ അവിടെ ഇട്ട് തല്ലാൻ ഡസ്റ്റിന് ഒരു വൈമുഖ്യമുള്ളതുപോലെ. ഡസ്റ്റിൻ നിക്കിയെ നോക്കിയിട്ട് എഴുത്തിന്റെ പുറത്തു നീറ്റു. എഴുത്ത് ഇപ്പൊ ഒരു കാഴ്ച വസ്തുവാണ്. അടിയേറ്റ് അവരുടെ പല്ല് വരെ ഇളകിയിരിക്കുകയാണ്.
എഴുത്തിന്റെ പുറത്ത് എണീറ്റ് ഡസ്റ്റും ആ സന്യാസി സമൂഹത്തോടായി പറഞ്ഞു, സ്ഥലം വിട്ട. കേൾക്കേണ്ട താമസം ജലീറ്റയും സംഘങ്ങളും ഓടി എഴുത്തിനകത്തും. എഴുത്തിനെ അവർ ഒരു പരുവത്തിൽ എടുത്തു പോക്കുമ്പോൾ എഴുത്തിന് ശരിക്കും ബോധമുണ്ട്. ഏതാനും നിമിഷം നേരം അവൾ ഡസ്റ്റിനെ അടിയേറ്റ് ഒരു വല്ലാതായിപ്പോയെങ്കിലും അവൾ ഒരു സെമി ഗ്രാൻഡ് മാസ്റ്റർ ആയതുകൊണ്ട് വേഗം തന്നെ അവൾ ബോധത്തിലേക്ക് മടങ്ങി വന്നിരുന്നു. എഴുത്തിനെയും ബ്രിജത്തിനെയും എടുത്തു പൊക്കി ആ ടീം പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ പുറത്ത് ഒരു ശബ്ദം, ഇവിടെ വേണ. ശബ്ദം കേട്ട് ഡസ്റ്റൻ റൈസ് വാതിലിലൂടെ പുറത്തിറങ്ങി. പുറത്ത് സാക്ഷാൽ ടെറി ഡോയിലർ. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഡസ്റ്റനുമായി ഉണ്ടായ ഫൈറ്റിൽ ഹോസ്പിറ്റലായി പോയ ടെറി ഡോയിലാണ് ഇപ്പൊ ഇതാ ഡസ്റ്റിനെ കാണാൻ എത്തിയിരിക്കുന്നത്. ടെറി കണ്ടതും ഡസ്റ്റൻ ചോദിച്ചു, ഏയ് നീ എന്താ ഇവിടെ? ഡസ്റ്റിൻ, ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാൻ വന്നതാണ്. എന്നെ ചലഞ്ച് ചെയ്യാൻ നീ ഈ പരുവത്തില്? ഡസ്റ്റിൻ, ഞാനല്ല ചലഞ്ച് ചെയ്യുന്നത്. എനിക്ക് വേണ്ടി നിന്നെ ചലഞ്ച് ചെയ്തത് എന്റെ മാസ്റ്ററാണ്. നിന്റെ മാസ്റ്ററോ? ആരായാലും എന്റെ മാസ്റ്റർ നീ അറിയില്ലേ? എന്റെ മാസ്റ്റർ അഗസ്റ്റസ് ക്ലൈൻ ആണ് നിന്നെ ചലഞ്ച് ചെയ്യുന്നത്. നീ ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ? ശരി, ഞാൻ ഏറ്റെടുക്കാം. ഉറപ്പായിട്ട് ഏറ്റെടുക്കണം. എന്തോടോ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ചലഞ്ച് ഏറ്റെടുക്കുന്നു. സമയവും സ്ഥലവും ഒക്കെ നീ തന്നെ തീരുമാനിച്ചാൽ മതി. ഡസൻ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ആലോചിക്കുന്നില്ല. നാളെ ഉച്ചയ്ക്ക് ഷൈൻഫീൽഡ് ലേക്കിലാണ് ഈ ചലഞ്ച്. ഡസൻ, നീ നാളെ അവസാനിക്കണം. അങ്ങനെ അയാൾ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എഴുത്തും ആ സന്യാസി സമൂഹത്തിലെ ബാക്കി ആളുകളും. ഡസൻ റൈസിനെ ചലഞ്ച് ചെയ്യുന്നത് അഗസ്റ്റസ് ക്ലൈൻ ആണെന്നുള്ള കാര്യം അവർ കേട്ടു. അഗസ്റ്റസ് ക്ലൈൻ ആരാണെന്നുള്ള കാര്യം ഡസന് അറിയില്ല എന്നും അവർക്ക് മനസ്സിലായി. അഗസ്റ്റസ് ക്ലൈൻ ആണ് ഡസൻ ചലഞ്ച് ചെയ്യുന്നത് കേട്ടപ്പോ എഴുത്തിനും അതുപോലെ ജെനറ്റിക്കൊക്കെ ശരിക്കും അതിശയം തോന്നുകയാണ്. അവർക്ക് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. അഗസ്റ്റസ് ക്ലൈനെ അവർക്കറിയാം. അഗസ്റ്റസ് ക്ലൈൻ ബെലോർമയിലെ അതിശക്തനായ ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ഡസൻ റൈസിനെ ചലഞ്ച് ചെയ്യുന്നത് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് കേട്ടപ്പോ ആ സന്യാസി സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും വളരെ കുളിരുണ്ടാവുകയാണ്. ഡസൻ റൈസ് എഴുത്തിനെ ആക്രമിച്ച സമയത്ത് ഡസ്റ്റിന് എഴുത്തിനേക്കാൾ ശക്തി ഉണ്ടെന്ന് അവർക്ക് ബോധ്യമായതാണ്. ആ ഡസ്റ്റിനെ നേരിടാൻ അവർക്ക് പറ്റില്ലല്ലോ എന്നവർ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോ ഇതാ അവിശ്വസനീയമായ ആ വാർത്ത അവർ കേൾക്കുന്നത്. ഡസ്റ്റിനെ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ചലഞ്ച് ചെയ്യുന്നു. നേരം പുലർന്നപ്പോ വാർത്ത പലരും അറിഞ്ഞു. ബെലോർമയും ഗ്ലൻസ്റ്റണും തമ്മിലുണ്ടായ ആ ഫൈറ്റിൽ ബെലോർമയെ രക്ഷിച്ച വ്യക്തിയാണ് ഡസ്റ്റൻ റൈസ്. ആ ഡസ്റ്റൻ റൈസ് ടെറി ഡോയലിന്റെ മാസ്റ്റർ അഗസ്റ്റസ് ക്ലൈനുമായി ഏറ്റുമുട്ടുകയാണ്. ഈ വാർത്ത സ്വാഭാവികമായിട്ടും ഹിൽ കുടുംബവും അറിഞ്ഞു. ഹിൽ കുടുംബത്തിന് അതൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഈ ഡസ്റ്റൻ എന്തിനാ അഗസ്റ്റസ് ക്ലൈനുമായി ഏറ്റുമുട്ടുന്നത്? ആ ചോദ്യം സ്പ്രിംഗ് ചോദിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞത് ടോർബനാണ്. എങ്കിൽ ഇത് ഡസ്റ്റന്റെ അടവാണ്. നമ്മുടെ ഗ്രാൻഡ് പേ കൊന്നത് അവനാണെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിച്ച കേസാണ്. അവൻ ആ കൊലപാതക കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനായി അഗസ്റ്റസ് ക്ലൈനുമായി ഏറ്റുമുട്ടുന്നതാണ്. അഗസ്റ്റസ് ക്ലൈന്റെ കയ്യിൽ അവൻ കൊല്ലപ്പെടും. സ്വാഭാവികമായിട്ടും അവന്റെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം ആരും അറിയാതെ പോകും. ഡസ്റ്റൻ വളരെ വിജയകരമായിട്ട് അയാളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഇതാ ഗ്രാൻഡ് മാസ്റ്റർ അഗസ്റ്റസ് ക്ലൈനുമായി ഏറ്റുമുട്ടാൻ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പെട്ടെന്ന് നിങ്ങൾ പാട്ടാവുകയാണ്. ഷൈൻഫീൽഡ് ലേക്കിന് ചുറ്റും വൻ ജനക്കൂട്ടം എത്തിയിട്ടുണ്ട്. ടെറി ഡോയൽ കുടുംബം ശരിക്കും ഈ വിഷയത്തിൽ പബ്ലിസിറ്റി കൊടുത്തിരിക്കുകയാണ്. നേരത്തെ അവർ പബ്ലിസിറ്റി കൊടുത്ത് നടത്തിയ ആ ഫൈറ്റിൽ ടെറി ഡോയൽ തോറ്റപ്പോ അത് ഡോയൽ കുടുംബത്തിന് ശരിക്കും നാണക്കേടായി മാറിയിരുന്നു. ആ നാണക്കേട് മാറ്റാനായി അന്ന് അവർ ആരെയൊക്കെ അറിയിച്ചു അവരെ മുഴുവൻ വീണ്ടും അവരെ അറിയിച്ചിരിക്കുകയാണ്. വിവരം പറഞ്ഞ് ഗ്ലൻസ്റ്റണിൽ നിന്ന് സാക്ഷാൽ കോൺകാർഡർ എത്തിയിട്ടുണ്ട്. അയാൾ പോൾ ഹിൽ കൊല്ലപ്പെട്ടതറിഞ്ഞ അന്ന് ബെലോർമയിൽ എത്തിയതാണ്. അയാളുടെ ടീം വീണ്ടും ഇവിടെ തുടരുകയാണ്. പോൾ ഹില്ലിന്റെ മരണത്തിന്റെ സത്യാവസ്ഥ 7 ദിവസത്തിനകം ഡസ്റ്റൻ പ്രൂവ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഗ്ലൻസ്റ്റണിലേക്ക് മടങ്ങാൻ മതി എന്ന് കരുതി കോൺകാർഡിന്റെ ടീം തീരുമാനിച്ചിരിക്കുകയാണ്. കോൺകാർഡ് തന്റെ തൊട്ടടുത്തിരിക്കുന്ന റൊണാൾഡ് റീഡ്സിനോടായി ചോദിച്ചു, സർ റീഡ്സ്, ഈ ഡസ്റ്റൻ എന്ത് കരുതിയിട്ടാണ് ഈ അഗസ്റ്റസ് ക്ലൈനിലേക്ക് വെല്ലുവിളിക്കുന്നത്? കോൺകാർഡ്, സത്യം പറഞ്ഞാൽ ആ കാര്യം എനിക്കും അറിയത്തില്ല. അഗസ്റ്റസ് ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ഡസ്റ്റൻ എന്ത് ഉദ്ദേശത്തിലാണ് എന്ന് സംഭവിച്ചെന്ന് അറിയത്തില്ല. സർ റീഡ്സ്, ചിലപ്പോ ഹിൽ കുടുംബത്തിന്റെ ആരോപണം തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വയം മരിക്കാനായി ഡസ്റ്റൻ തീരുമാനിച്ചാവും. ഡൊണാൾഡ് റീഡ്സും കോൺറാഡും അതാ സംസാരിക്കുന്നത്. ഇതേ സംഭാഷണം തന്നെ ഹിൽ കുടുംബത്തിലെ ആളുകളൊക്കെ സംസാരിക്കാൻ ഒരുപാട് ആളുകൾ ആ വെനുവിൽ എത്തിയിട്ടുണ്ട്. ഡസ്റ്റൻ റൈസ് അവിടെ എത്തിയത് കോൺലിയസുമായിട്ടാണ്.
ആളുകൾ ഇങ്ങനെ അവിടേക്ക് ഒഴുകി വരുമ്പോ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയിൽ കുറെ സുന്ദരിമാർ പെട്ടു. ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിലെ ആ ടീം ഒന്നടങ്കം അങ്ങോട്ട് വന്നപ്പോ സകലരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞതാണ്. അവർ ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. ബ്രിട്നി ബ്രിജിത്ത് ഒരു വീൽ ചെയറിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ബ്രിട്നി കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ആ ഡസ്റ്റിന്റെ കാര്യം ഇത് തീരും. അതേ പ്രതീക്ഷ തന്നെയാണ് എഴുത്തിനും ജലീറ്റിക്കൊക്കെ ഉള്ളത്. അതെ, അവൻ ഇന്ന് നേരിടാൻ പോകുന്നത് ഗ്രാൻഡ് മാസ്റ്ററെയാണ്. ഗ്രാൻഡ് മാസ്റ്റർ എന്താണെന്ന് അവൻ ഇന്ന് അറിയും. ഈ സംഭാഷണം ഡോയൽ കുടുംബത്തിലെ ആളുകളും പങ്കുവയ്ക്കുകയാണ്. ഫിൽ ഡോയലും മാഗി ഡോയലും ചെറി ഡോയലും ഡോയൽ കുടുംബത്തിലെ ബാക്കി ആളുകളും സന്തോഷത്തോടു കൂടിയാണ് അന്നത്തെ ആ ഓഡിയൻസിനെ നോക്കിക്കാണുന്നത്. അപ്പോഴാണ് ഗോൺ റിലീസുമായി ഡസ്റ്റൻ റൈസ് എത്തുന്നത്. ഡസ്റ്റിനെ കണ്ടതും ചെറിയുടെ മുഖത്ത് ശരിക്കും സന്തോഷം. ചെറിയുടെ പിതാവ് ഫിൽ ഡസ്റ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇതിനെ ഞാൻ സമ്മതിച്ചെന്നിരിക്കുകയാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും നീ ഇവിടേക്ക് വന്നത് എന്തായാലും അനുബോധനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ഫിൽ ഡോയിൽ അയാളുടെ മനസ്സിൽ തോന്നിയ കാര്യം ഡസ്റ്റിനോട് പറഞ്ഞു. ചെറി അതിനെ അനുകൂലിച്ചുകൊണ്ട് ഡസ്റ്റിനോട് പറഞ്ഞു, അതേ ഡസ്റ്റിൻ, നിന്റെ ഈ തൻഖേടം അതെനിക്ക് ഇഷ്ടമായി. ഈ സമയത്താണ് ഡസ്റ്റിന്റെ അടുത്തേക്ക് നിക്കി ഹോസ്റ്റ് വന്നത്. നിക്കി ഡസ്റ്റിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഡസ്റ്റിനെ കൈ പിടിച്ച് മാറ്റി നിർത്തിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇന്നലെ സംഭവിച്ചതൊക്കെ ഞാൻ സോറി പറയുകയാണ്. അതുവിടെ നീ വന്ന കാര്യം പറ. ഡസ്റ്റിൻ ഇന്നത്തെ ഈ ഫൈറ്റിൽ നിന്ന് മാറാൻ പറ്റില്ലേ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? ഡസ്റ്റിൻ, ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടാണ് ഡസ്റ്റിൻ ഫൈറ്റ് ചെയ്യേണ്ടത്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ എതിടുമ്പോഴുള്ള പ്രശ്നം ഡസ്റ്റിൻ അറിയാം. ഡസ്റ്റിൻ, പ്ലീസ്, വെറുതെ എന്തിനാ ജീവൻ കളയുന്നത്? അഗസ്റ്റസ് ക്ലൈനുമായി നടക്കാൻ പോകുന്ന മത്സരം ഡസ്റ്റിന്റെ മരണത്തിലേക്ക് കലാശിക്കുമെന്ന് നിക്കിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ ഒരു അവസാന ശ്രമം നടത്തി നോക്കുന്നതാണ്. ഡസ്റ്റിൻ നിക്കിയോട് പറഞ്ഞു, നിക്കി, നിന്റെ നല്ല ഉദ്ദേശത്തിന് നന്ദി. എന്തായാലും ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഡസ്റ്റിൻ, പ്ലീസ് ഒന്നുകൂടെ ആലോചിക്കാനൊന്നുമില്ല. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെ പോവുകയാണ്. ഡസ്റ്റിൻ, പ്ലീസ്, അങ്ങനെയാണെങ്കിൽ ആ ബുക്ക് എന്ന് തന്നിട്ട് ബുക്കിവിടെ ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിന്റെ പരിശീലന ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആ ബുക്ക് ഇന്നലെ രാത്രി നടന്ന സംഘടനത്തിൽ ആ സഫേർ ലോഡ്ജിൽ അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിക്കി ഹോസ്റ്റ് ആ പുസ്തകം ഡസ്റ്റിനോട് മടക്കി ചോദിച്ചത്. ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് നിക്കിയോട് പറഞ്ഞു, നിക്കി, പുള്ളിപ്പൊലിയുടെ പുള്ളി അങ്ങനെ എളുപ്പം മായത്തില്ല. നീ എന്നോട് സംസാരിക്കാൻ വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴാണ് വ്യക്തമായത്. നിക്കി യഥാർത്ഥത്തിൽ ഡസ്റ്റിൻ മത്സരത്തിൽ പങ്കെടുക്കുന്നവനോ കൊല്ലപ്പെടുന്നവനോ എതിരൊന്നുമല്ല. നിക്കിയുടെ പ്രശ്നം ആ പുസ്തകം മാത്രമാണ്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് മുന്നോട്ട് നടന്നത്. നിക്കി എഴുത്തിന്റെ അടുത്തേക്ക് പോകും. നിക്കി, അവൻ എന്ത് പറഞ്ഞു? മാഡം, ഡസ്റ്റിൻ ബുക്ക് തരത്തില്ല. അവൻ ഇന്നത്തെ ഈ മത്സരത്തിൽ കൊല്ലപ്പെടുമല്ലോ, പിന്നെ അവന്റെ കയ്യിൽ എങ്ങനെ ബുക്ക് വാങ്ങിക്കും? മാഡം, ഡസ്റ്റിൻ ആ ബുക്ക് എഴുതിയതാണ്. ആ ബുക്ക് അവിടെ ആ സഫർ ലോഡ്ജിലുണ്ട്. നമുക്ക് അതൊന്നും കയറി തിരയാലും. ഇന്നത്തെ ഈ ഫൈറ്റ് കഴിയുമ്പോൾ ഒന്നുകിൽ ഡസ്റ്റിൻ കൊല്ലപ്പെടും, ഇല്ലെങ്കിൽ ഡസ്റ്റിനെ ഗുരുതരമായി പരിക്കേൽക്കും. രണ്ടിലൊന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രാത്രി സഫേർ ലോഡ്ജിലേക്ക് ഇടിച്ചു കയറിയാൽ അവിടെ ആർക്കും അവരെ എതിർക്കാൻ പറ്റില്ല. നിക്കി കാര്യങ്ങൾ വിശദമായി പറഞ്ഞതും എഴുത്ത് നിക്കിയോട് പറഞ്ഞു, അവരെ എതിർത്താലും മാഡം, അവരെതിർത്താൽ നമുക്ക് അവരെ കൊല്ലാം. നിക്കി, നീ പറയുന്നത്? മാഡം, നമ്മൾ അതിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ആ സഫേർ ലോഡ്ജിൽ മുഴുവൻ ആളുകളെ കൊന്നിട്ടാണെങ്കിലും ബുക്ക് നമുക്ക് എടുക്കണം. ഡസൻ റൈസ് ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെ കൊന്നൊടുക്കിയിട്ട് പുസ്തകം എടുക്കണമെന്നാണ് നിക്കി പറയുന്നത്. നിക്കിയുടെ ആ വാക്കുകൾ എഴുത്തിന് പോലും ഒരു വേറെ. നിക്കി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഡസ്റ്റൻ റൈസിനെയും അവന്റെ കൂടെയുള്ള ആളുകളെയും കൊന്നൊടുക്കാൻ നിക്കിക്ക് ഒരു മടിയുമില്ല. രാത്രി ആ ലോഡ്ജിലേക്ക് ഇരച്ചു കയറാം എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുമ്പോഴേക്കും കോൺഗ്രസും ഡസ്റ്റിനും തടാകത്തിന് സമീപം എത്താറായി. അവരുടെ കൂടെ തന്നെ ചെറി ഡോയിലും ടീമും ഉണ്ട്. പെട്ടെന്നാണ് രണ്ടാളുകൾ കാണികളുടെ ഇടയിൽ നിന്ന് ചെറി ഡോയിലിനും ഡസ്റ്റിനും ഇടയിലേക്ക് ചാടിക്കേറിയത്. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ്. അവർ കണ്ടതും ശരിക്കും സന്തോഷം. ബ്ലസ്സിൻ, നിങ്ങളെത്തിയോ? ചെറി വളരെ സന്തോഷത്തോടു കൂടി അവരുടെ മുഖത്തൂക്കി അങ്ങനെ പറയുന്നു കേട്ടതും ചെറിക്കൊപ്പം ഉണ്ടായിരുന്ന അവന്റെ പിതാവ് ഫിൽ അവർ ചോദിച്ചു, മോനെ ഇതാരാ? ഇവര് എന്റെ സീനിയേഴ്സ് ആണ്. സർ അഗസ്റ്റിന്റെ ശിഷ്യന്മാരാണ് ഇവർ രണ്ടുപേരും. ഇത് ബ്ലസ്സിന്റെ ഭാര്യ ഫിയറയാണ് കൂടെ ഉള്ളത്. ഇവരൊരു ടീമാണ്. ഫയർ ആൻഡ് വാട്ടർ എന്നാണ് ഈ ടീമിനെ അറിയപ്പെടുക. ഫയർ ആൻഡ് വാട്ടർ ടീം ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷൻ ഏതൊരു എതിരാളിയും തോൽപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. ബ്ലസ്സിയും ഭാര്യയും ചെറി അവന്റെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തതും ബ്ലസ്സി ചെറിയോട് പറഞ്ഞു, ചെറി, നമ്മുടെ മാസ്റ്ററുമായിട്ട് എതിരുന്നത് ആരാണ്? ബ്ലസ്സി അവനാണ്. ഡസ്റ്റിനെ ചൂണ്ടിക്കാണിച്ച് ചെറി അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് തന്നെ ബ്ലസ്സിയും ഭാര്യയും ഡസ്റ്റൻ റൈസിന്റെ അടുത്തേക്ക് ഓടിയെത്തി.
ശബ്ദം കേട്ട് ഡസ് തിരിയുമ്പോൾ രണ്ട് ചെറുപ്പക്കാരെയാണ് ഡസ് കാണുന്നത്. ബ്ലസ്സി ഡസ്റ്റോട് പറഞ്ഞു, ഏയ് നീ ആരെന്ന് കരുതിയ എന്റെ ഗുരുനാഥനെ കയറി ചലഞ്ച് ചെയ്തു? ഹലോ, അവിടെ ഒരു തെറ്റുണ്ട്. നിന്റെ ഗുരുനാഥനെ ഞാൻ ചലഞ്ച് ചെയ്യുകയായിരുന്നില്ല, നിന്റെ ഗുരുനാഥൻ എന്നെ ചലഞ്ച് ചെയ്യുക. ഡസൻ റൈസ് വളരെ വ്യക്തമായി അങ്ങനെ പറഞ്ഞതും ബ്ലസ്സി ഡസ്റ്റോട് പറഞ്ഞു, ഞാൻ നിന്റെ ഈ അഹങ്കാരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്നെ നേരിട്ടതിന് ശേഷം നീ മാസ്റ്റർ നേരിട്ടാ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലസ്സി കൈ നിവർത്തി ഡസ്റ്റിനെ ആഞ്ഞിടിക്കുകയാണ്. ആ ഇടി ഡസ്റ്റിനെ ഇങ്ങനെ പാഞ്ഞു വരുമ്പോ കോൺലേസ് ഡസ്റ്റ് മുന്നിലേക്ക് കയറി. ഡസ്റ്റ് മുന്നിലേക്ക് കയറിയ കോൺലേസ് കൈപ്പത്തി കൊണ്ട് ആ ഇടി ഇങ്ങനെ തടുത്തു. വളരെ കൂളായിട്ടായിരുന്നു കോൺലേസിന്റെ ആക്ഷൻ. ശരിക്കും ഒരു വൻ കാറ്റ് ബ്ലസ് സൃഷ്ടിച്ചതാണ്. പക്ഷെ ആ കാറ്റിനെ വെറും ഒരു കൈപ്പത്തി കൊണ്ട് കോൺലേസ് തടുത്തപ്പോ സ്വാഭാവികമായിട്ടും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന കാണികൾക്ക് ഒരു ആവേശമുണ്ടായി. ഏയ് ആരാ നീ? കോൺലേസ് പഞ്ച് തടുത്തപ്പോ ബ്ലസ്സി കോൺലേസിനോട് ചോദിച്ചതും കോൺലേസ് അവനോട് പറഞ്ഞു, അത് നീ അറിയേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടും ആ മറുപടി ബ്ലസ്സിയെ ചൂടുപിടിപ്പിക്കുകയാണ്. ബ്ലസ്സി ഇടത് കാലം തറയിലൊന്ന് ചവിട്ടിയിട്ട് കോൺലേസ് നേരെ ഒന്ന് കുതിച്ചു. അവന്റെ രണ്ട് കൈയും ഇപ്പൊ ആകാശത്തിലാണ്. അവൻ രണ്ട് കൈ കൊണ്ട് കോൺലേസ് ആഞ്ഞിടിച്ചു. കോൺലേസ് കൂളായിട്ട് ഒഴിഞ്ഞു. അവൻ പിന്നെ ഇടിക്കുകയാണ്. അവൻ ഇടിക്കുമ്പോൾ കോൺഗ്രസ് പതുക്കെ കയ്യിൽ ഇങ്ങനെ തട്ടി മാറ്റുകയാണ്. അതിശക്തമായിട്ടുള്ള ബ്ലസ്സിന്റെ ഇടി കോൺഗ്രസിന് അടുത്ത് വരുമ്പോ കോൺഗ്രസ് കൈ കൊണ്ട് പതുക്കെ ബ്ലസ്സിന്റെ കൈ ഇങ്ങനെ മാറ്റുകയാണ്. ഈ കാഴ്ച ബെലോർമയിലെയും അതുപോലെ ഗ്ലൻസിലെയും ആ നേതാക്കളൊക്കെ കാണുന്നുണ്ട്. കോൺട്രാഷ് റൊണാൾഡോ റെക്സിനോട് ചോദിച്ചു, ഏയ് നിങ്ങളുടെ മേഖലയിൽ ഒരു പുതിയ താരോദയം വന്നിരിക്കുകയാണല്ലോ, ആരാ കക്ഷി? കോൺട്രാഷ്, ഞാൻ ആദ്യമായിട്ടാണ് അയാളെ കാണുന്നത്. കോൺഗ്രസിനെ കുറിച്ച് റൊണാൾഡിന് ഒരു വിവരവുമില്ല എന്നാണ് സത്യം. ഹിൽ ഫാമിലിയിലെ ആളുകളും ഡോയൽ ഫാമിലിയിലെ ആളുകളും ഒക്കെ ഈ കാഴ്ച കാണുന്നുണ്ട്. ഇതേ കാഴ്ച ഒരുപാട് അമ്പരപ്പുണ്ടാക്കിയിരിക്കുന്നത് സാക്ഷാൽ ജെയ്ഡ് മെയ്ഡൻ സിസ്റ്റർഹുഡിലെ ആളുകൾക്കാണ്. കോൺലേസ് ശരിക്കും ശക്തനാണെന്നുള്ള തിരിച്ചറിവ് അവർക്കൊരു ഭയം ഉണ്ടാക്കുകയാണ്. രാത്രി ഡസൻ റൈസ് കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ പരിക്കേറ്റ് കഴിയുമ്പോൾ ആ സഫേർ ലോഡ്ജിലേക്ക് ആക്രമിക്കാനായി പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സഹോദരി കൂട്ടം. ആ സഹോദരി കൂട്ടത്തിന്റെ കപ്പാസിറ്റിക്ക് മുകളിൽ കോൺഗ്രസ് വളർന്നുവോ എന്നൊരു സംശയമാണ് ആ കാഴ്ച അവരുണ്ടാക്കിയത്. ഇവൻ എങ്ങനെ ഇത്ര ശക്തനായി? അങ്ങനെ എടുത്ത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കായൽ തീരത്ത് സംഘടനം ശക്തമായി തുടങ്ങി. ബ്ലസ്സി അവന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും കോൺഗ്രസിന്റെ പുറത്തു തൊടാൻ പോലും പറ്റുന്നില്ല. കോൺഗ്രസ് വളരെ നിസ്സാരമായിട്ടാണ് അവനെ കൈകാര്യം ചെയ്യുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ബ്ലസ്സിയുടെ ഭാര്യ. ബ്ലസ്സിക്ക് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന നിമിഷത്തിൽ ബ്ലസ്സി അയാളുടെ ഭാര്യയെ നോക്കി. ആ നിമിഷത്തിൽ അവളും കൂടി ആ ഫൈറ്റിന്റെ ഭാഗമായി. ഒരു വശത്ത് വാളുമായി ബ്ലസ്സിയുടെ ഭാര്യ, മറുവശത്ത് ബ്ലസ്സി. ഇവർക്ക് നടുക്ക് കോൺഗ്രസ്. ശരിക്കും രസകരമായ ഒരു സംഘടന അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിവേഗതയിലാണ് ആ ഭാര്യയും ഭർത്താവും കൂടി കോൺഗ്രസിനെ നേരിടുന്നത്. പക്ഷെ കോൺഗ്രസ് മുഴുവൻ കാണികളെയും ഏതാണ്ട് നന്നായിട്ടൊന്ന് രസിപ്പിക്കുകയാണ്. അവരുടെ അതിശക്തമായ ആക്രമണത്തിൽ നിന്ന് വളരെ വളരെ രസകരമായ രീതിയിലാണ് കോൺഗ്രസ് ഒഴിഞ്ഞു മാറുന്നത്. ഏകദേശം ഒരു 3 മിനിറ്റോളം ആ ഫൈറ്റ് അങ്ങനെ നീണ്ടുന്നത്. പൊടിപടലങ്ങളും ആകാശത്തേക്ക് കുതിച്ചുള്ള ചാട്ടങ്ങളും അലറലൊക്കെ കൊണ്ട് ഒരു വല്ലാത്ത യുദ്ധസമാനമായ രംഗം തന്നെയാണ് ആ തടാകത്തിന്റെ തീരത്ത് ഇപ്പോ നടക്കുന്നത്. കാണികൾ ശരിക്കും ആവേശത്തിലാണ്. സകലരും അമ്പരപ്പൂടെ കാഴ്ച കാണുകയാണ്. ഡസിന്റെ സഹായിയായ ആ മനുഷ്യനെ ഡസിൻ ബോധപൂർവ്വം അവിടെ കൊണ്ടുവന്നതായിരിക്കും. ഡസിൻ ഇന്ന് അഗസ്റ്റസ് ക്ലൈനോട് ഫൈറ്റ് ചെയ്യാതെ ആ സഹായി ഇറക്കാനുള്ള പരിപാടിയായിരിക്കും. അങ്ങനെ ഒരു തോന്നൽ റൊണാൾഡിനും അതുപോലെ കൂടുതലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഡസിൻ എന്തായാലും വളരെ വിദഗ്ധമായി കളിക്കുകയാണ്. അങ്ങനെ അവർക്ക് തോന്നിയ ആ നിമിഷത്തിൽ പെട്ടെന്നാണ് കോൺഗ്രസ് ഇടത് കൈകൊണ്ട് ബ്ലസ്സിയുടെ നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ചു. ആ ഇടിയുടെ പവറിൽ ബ്ലസ്സി ആകാശത്തോടെ പറന്ന് അടുത്ത് നിൽക്കുന്ന മരത്തിലിടിച്ച് നേരെ താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോ അയാളുടെ വായിന്ന് ചോര തെറിക്കുന്നത് ആളുകൾക്കൊക്കെ കാണാം. ആകാശത്തേക്ക് ബ്ലസ് തെറിക്കുന്നത് അയാളുടെ ഭാര്യ കൃത്യമായി കണ്ടു. ഒരു നിമിഷം അവരുടെ ശ്രദ്ധ മരത്തിലിടിച്ച് താഴേക്ക് വീണ ബ്ലസ്സിലേക്ക് ആയിപ്പോയി. ആ നിമിഷത്ത് തന്നെ കോൺഗ്രസ് അവളുടെ പുറത്തും ഒരയച്ച കഴിഞ്ഞു. അടുത്ത നിമിഷത്തിൽ അവളും ആ മരത്തിലിടിച്ച് ബ്ലസ്സിയുടെ അടുത്തേക്ക് വീണു. ഹോളി ഇമോർട്ടൽസിലെ 5-6 റാങ്കുകളിലുള്ള 2 ആളുകളാണ് ആ മരത്തിലിടിച്ചിപ്പോ താഴേക്ക് വീണിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ഡോയൽ കുടുംബത്തിനെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല അവിടെ സംഭവിച്ചത്. ചെറി ഡോയൽ 13ാം റാങ്കുകാരനായിരുന്നു. ആ ചെറി ഡോയലിനെയാണ് ഡസ് തോൽപ്പിച്ചത്. ഇപ്പോ ഡസിന്റെ സഹായി നിഷ്പ്രയാസം ഇടിച്ചു തെറിപ്പിച്ചത് 5-6 റാങ്കുകാരെയാണ്. അതിന് ഒരുപാട് അർത്ഥമുണ്ട്. അമ്പരന്ന് അവർ ആ മരത്തിന്റെ താഴെ വീണ് കിടക്കുന്ന ബ്ലസ്സി ഭാര്യ നോക്കുമ്പോൾ കോൺഗ്രസ് ആ മരത്തിന് നേരെ കുതിക്കുകയാണ്.
ബ്ലസ്സിയും ഭാര്യയെ ആക്രമിക്കാനായി കോൺഗ്രസ് തിരിച്ച ആ നിമിഷത്തിൽ പെട്ടെന്നൊരു കാറ്റ് കായലിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് വന്നു. കാതടപ്പിക്കുന്ന ശബ്ദത്തോടു കൂടിയാണ് ആ കാറ്റ് കായൽ മൂടിക്കൂടി ലൈറ്റനിങ് വേഗതയിൽ ആ കരയിലേക്ക് പാഞ്ഞു വന്നത്. സ്വാഭാവികമായിട്ട് സകലരുടെ ശ്രദ്ധ ആ കാറ്റിന് വരുന്നില്ല. ആ കാറ്റിന് കൃത്യമായ ഒരു വലിപ്പമുണ്ട്, അതിനൊരു ഫോക്കസുമുണ്ട്. ആ കാറ്റ് ഫോക്കസ് ചെയ്യുന്നത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസിന് നേരെ ആ കാറ്റിങ്ങനെ പാഞ്ഞു വരുന്നത് ഈ ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾ കണ്ടു. തന്റെ നേരെ അതിശക്തമായി വരുന്ന കാറ്റിന്റെ കപ്പാസിറ്റിയെ കുറിച്ച് കോൺഗ്രസിന് ആ നിമിഷം തന്നെ മനസ്സിലായി. കോൺഗ്രസ് രണ്ട് കൈ കൊണ്ട് അയാളുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്ത് അങ്ങനെ പിടിക്കുമ്പോഴേക്കും ആ കാറ്റ് കോൺഗ്രസിന്റെ പുറത്തൊന്ന് ഇടിച്ചു കഴിഞ്ഞു. ആ ഇടി കോൺഗ്രസ് ഒത്തിരി അടി പുറകോട്ട് നീങ്ങി. കോൺഗ്രസ് ഒത്തിരി അടി പുറകോട്ട് നീങ്ങുമ്പോ ആ കാറ്റ് ശാന്തമാകുന്നത് ഒരു കുഞ്ഞ് ഇല സാവധാനം അവിടെ താഴേക്ക് വീഴുന്നതും ആളുകളൊക്കെ കണ്ടു. ഒരു ഇലയിൽ വൻ ശക്തി കൊടുത്തുകൊണ്ട് ആരും കോൺഗ്രസിനെ ആക്രമിച്ചതാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. എല്ലാവരും അമ്പരപ്പോടുകൂടി വീണ് കിടക്കുന്ന കോൺഗ്രസിനെയും ആ ഇലയും മരത്തിനടുത്ത് കിടക്കുന്ന ബ്ലസ്സിയും ഒക്കെ നോക്കുമ്പോൾ ആ കായലിനകത്ത് നിന്ന് ഒരു വൻ ശബ്ദം ഉണ്ടായി. ആകാശത്തേക്ക് ആ തടാകത്ത് നിന്ന് വെള്ളം ഒരു ഫൗണ്ടൻ പോലെ ഉയർന്നു വരികയാണ്. ആ പൊങ്ങി വന്ന ഫൗണ്ടൻ പെട്ടെന്ന് ഒരു വലിയ ബോളിന്റെ രൂപത്തിലേക്ക് രൂപമാറുകയാണ്. ശരിക്കും ഒരു വലിയ വാട്ടർ ബലൂൺ എന്ന് പറയാം. വെള്ളങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ ബലൂൺ. ആ ബലൂണിനകത്ത് നമുക്ക് ആ കായലിലെ മീനുകളെ കൃത്യമായിട്ട് കാണാം. മീനുകളുള്ള ആ ബലൂൺ പെട്ടെന്നൊരു ബോളിന്റെ രൂപത്തിലേക്ക് മാറുകയാണ്. ആ ബലൂൺ കായലിന് മുകളിൽ കൂടി വൻ വേഗത്തിൽ കോൺഗ്രസ് വരെ പാഞ്ഞു വരികയാണ്. കായലിൽ അങ്ങനെ ഒരു ബോള് രൂപപ്പെട്ട കാര്യം അറിയാത്ത കോൺഗ്രസ് താഴെ നിന്ന് എണീക്കുമ്പോൾ അയാൾക്ക് നേരെ ഒരു ബോൾ അങ്ങനെ പാഞ്ഞു വരികയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിലാണ് വെള്ളത്തിലുണ്ടാക്കിയ ബോൾ വരുന്നത്. ആ ബോള് കോൺഗ്രസിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന ആ നിമിഷത്തിൽ കോൺഗ്രസും ബോളും തമ്മിലുള്ള അകലം വളരെ വളരെ അടുത്തെത്തിയതും പെട്ടെന്ന് ആ ബോളിൽ ഒരു നീഡിൽ വന്നിങ്ങനെ തറച്ചു. ഒരു സിൽവർ നീഡിൽ. ആ നീഡിൽ ആ ബോളിൽ തറച്ചതും ആ ബോൾ പൊട്ടിച്ചിതറിയും. ആ ബോൾ പൊട്ടിച്ചിതറിയതും ആ ബോളിന്റെ ഭാഗമായിരുന്ന വെള്ളം താഴേക്ക് വീഴുമ്പോൾ അതിനകത്തുണ്ടെന്ന മീനുകളൊക്കെ താഴേക്ക് വീഴുന്നത് കൃത്യമായി വിസിബിൾ ആണ്. ആ ബോൾ പൊട്ടി മീൻ കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴുമ്പോൾ കായലിന് മുകളിലേക്ക് ഒരു മനുഷ്യൻ ഉയർന്നു വന്നിരുന്നു. ആ മനുഷ്യന്റെ മുഖത്ത് ശരിക്കും ഒരു അമ്പരം. അയാൾ കോൺഗ്രസ് നേരെ പായിച്ച ആ ബോള് ആരും തകർത്തിരിക്കുന്നു. ആരാ എന്റെ ബോൾ തകർത്തത്? അങ്ങനെ ആ മനുഷ്യൻ ചോദിച്ചതും കോൺഗ്രസിന്റെ മുന്നിലേക്ക് കയറി ഡസ്പ്ലൈസ് പറഞ്ഞു, ഞാനാണ്. ആരാ നീ? ഞാനാണ് ഡസ്പ്ലൈസ്. ഓഹോ, നീയാണല്ലേ ഡസ്പ്ലൈസ്. ഓക്കെ ഡസ്റ്റിൻ, നിന്നെ കണ്ടതിൽ സന്തോഷം. നീ ഭാഗ്യമുള്ളവനാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്ററോട് ഏറ്റുമുട്ടാനുള്ള ഒരു ഭാഗ്യം അങ്ങനെ ആർക്കും കിട്ടുന്നതല്ല. ഗ്രാൻഡ് മാസ്റ്റർ അഗസ്റ്റസ് ക്ലൈൻ ആണ് ഇപ്പോ ആ വെള്ളത്തിന് മുകളിൽ പൊങ്ങി വന്ന് നിൽക്കുന്നത്. അഗസ്റ്റസ് ക്ലൈൻ ഡസ്റ്റിനോട് അങ്ങനെ സംസാരിക്കുമ്പോ ഇരു കരയിലുമുള്ള കാണികൾ വല്ലാത്തൊരു മാനസിക അവസ്ഥയോടു കൂടിയാണ് കായലിലേക്ക് നോക്കുന്നത്. ആ കായൽ വെള്ളത്തിന് മുകളിൽ നിൽക്കുകയാണ് അഗസ്റ്റസ് ക്ലൈൻ. വെള്ളത്തിന് മുകളിൽ നിൽക്കുന്ന അയാൾ യഥാർത്ഥത്തിൽ വെള്ളത്തിൽ കൂടെ നടക്കുകയാണ്. അയാൾ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിന്ന് വെള്ളത്തിന് മുകളിലൂടെ അയാൾ അങ്ങനെ നടന്നു വരുന്ന കാഴ്ച വിശ്വസിക്കണമോ വേണ്ടയോ എന്ന സംശയത്തിൽ ആളുകൾ അമ്പരന്ന് നോക്കുമ്പോൾ ഡസ്റ്റിൻ റൈസിനെ നോക്കി അഗസ്റ്റസ് ക്ലൈൻ പറഞ്ഞു, ഡസ്റ്റിൻ, നിനക്ക് ഞാനൊരു ഇളവ് തരാം. നീ തന്നെ നിന്റെ കൈകാലികൾ തല്ലി ഓടിക്കണം. അതിനുശേഷം മുട്ടുകുത്തി നീ ചെറിയോട് മാപ്പ് പറയണം. അങ്ങനെ നീ ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലില്ല. അഗസ്റ്റസ് ക്ലൈൻ പറഞ്ഞ വാചകം ചെറി ആവർത്തിച്ചു. ഡസ്റ്റിൻ, കേട്ടില്ലേ? നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നീ നിന്റെ കൈയും കാലും സ്വയം തല്ലി ഓടിച്ചിട്ട് ഇവിടെ എന്റെ മുന്നിൽ മുട്ടുകുത്തി എന്നോട് മാപ്പ് പറഞ്ഞാൽ എന്റെ മാസ്റ്റർ നിന്നെ കൊല്ലാതെ വിടും. യഥാർത്ഥത്തിൽ ഡോയൽ കുടുംബത്തിന് അഗസ്റ്റസ് ക്ലൈൻ കൊടുത്ത ആ മാപ്പ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അവർക്ക് എതിർക്കാൻ പറ്റില്ല. ഡോയൽ കുടുംബത്തിനാണെങ്കിൽ ഡസ്റ്റിനെ കൊല്ലണം എന്നാണ് ആഗ്രഹം. അവരുടെ മുഖത്തെ ആ വിഷമം നമുക്ക് വായിച്ചെടുക്കാം. ഡസ്റ്റിനെ അഗസ്റ്റസ് ക്ലൈൻ തല്ലിക്കൊല്ലുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്ന സിസ്റ്റർഹുഡിലെ ആളുകൾക്ക് ഈ വാർത്ത ലേശം ദേഷ്യം ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഹിൽ കുടുംബത്തിലെ ആളുകൾക്ക്. അവർക്കും ഡസ്റ്റിൻ അങ്ങനെ രക്ഷപ്പെടുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ഡസ്റ്റിൻ അഗസ്റ്റസ് ക്ലൈനോട് പറഞ്ഞു, അഗസ്റ്റസ് ക്ലൈൻ, നിങ്ങളുടെ ആ ഡയലോഗ് തീരെ ഈ രംഗത്തിന് യോജിച്ചതല്ല. ഞാൻ ഇവിടെ വന്നത് നിങ്ങളെന്നെ ചലഞ്ച് ചെയ്തുകൊണ്ട് മാത്രമല്ല, നിന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ. ഗ്രാൻഡ് മാസ്റ്ററായ അഗസ്റ്റസ് ക്ലൈന്റെ കൈയും കാലും തല്ലി ഓടിക്കാനാണ് ഡസ്റ്റിൻ റൈസ് അവിടെ എത്തിയെന്ന് ഡസ്റ്റിൻ റൈസ് പറഞ്ഞപ്പോ പെട്ടെന്ന് ആ ഇരു കരകളിലുള്ള ആളുകളുടെ ഒരു ശബ്ദം ഇങ്ങനെ ഉയരുകയാണ്. വല്ലാത്തൊരു ഓളം ഉണ്ടാക്കിയത്. മരിക്കുന്നതിന് തൊട്ട് മുമ്പ്
ഇതേ ശൈലിയിൽ സംസാരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ? ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഏറ്റുമുട്ടിയാൽ ഒരാളും ജയിക്കത്തില്ല, ഒരാളും ജീവനോട് രക്ഷപ്പെടത്തുമില്ല. ഡസൻ റൈസ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡയലോഗ് കൊണ്ട് അഗസ്റ്റസ് ക്ലൈനെ ഒന്ന് നോവിക്കുന്നത്. അതൊക്കെ കഥ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അഗസ്റ്റസ് ക്ലൈന് ആ മറുപടി ആയിട്ട് ഇഷ്ടപ്പെട്ടില്ല. എടാ ധിക്കാരി, നീ ആരെന്ന് കരുതിയാണ് ഞാൻ സംസാരിക്കുന്നത്? ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ താൻ എന്നെ ചലഞ്ച് ചെയ്തത്. തന്റെ കൈക്കാരും തല്ലി പിടിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. വീണ്ടും അഗസ്റ്റസ് ക്ലൈനെ ചൊടിപ്പിച്ചുകൊണ്ടുള്ള ഡസന്റെ ആ ഡയലോഗ് കഥ ആകെ മാറ്റി മറിക്കുകയാണ്. അഗസ്റ്റസ് ക്ലൈന്റെ ദേഷ്യം ഈരച്ച് അഗസ്റ്റസ് ക്ലൈന് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. അഗസ്റ്റസ് ക്ലൈൻ പെട്ടെന്ന് അയക്ക് ചുറ്റുന്ന കൈ അനക്കി. ആ കൈ അനക്കത്തിന്റെ ഫലമായിട്ട് ആ കായലിലെ വെള്ളം ആ കൈ അനക്കത്തിന് അനുസരിച്ച് ഒന്ന് മുകളിലോട്ട് ഉയരുകയാണ്. അയാളുടെ കൈ അനങ്ങുന്നതനുസരിച്ച് ഒരു വലിയ ചുരു പോലെ ആ വെള്ളം അഗസ്റ്റസ് ക്ലൈന് ചുറ്റുമായിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അഗസ്റ്റസ് ക്ലൈന്റെ മുന്നിൽ വന്നത് അഗസ്റ്റസ് ക്ലൈൻ ആ കൈ മുന്നോട്ടാക്കി. തൽഫലമായി ഒരു ടണൽ വെള്ളം അതിശക്തമായി കായലിന്റെ മുകളിൽ കൂടി ഡസൻ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയ്ക്ക് കാണികൾ സാക്ഷിയാകുമ്പോൾ ഡസൻ റൈസ് പെട്ടെന്നാണ് മുന്നോട്ട് കുതിച്ചത്. തന്റെ നേരെ പാഞ്ഞു വന്ന വെള്ളത്തിന് നേരെ തന്നെയാണ് ഡസനെ കുതിച്ചിരിക്കുന്നത്. ഡസൻ ആ വെള്ളത്തിന് നേരെ കുതിച്ചു വന്നതും ആ വെള്ളം പെട്ടെന്ന് ഒരു വലിയ പില്ലറായി മാറുകയാണ്. ഒരു വലിയ തൂണ്, വെള്ളം കൊണ്ടുള്ള ഒരു വലിയ തൂണ്. ആ തൂണാണ് ഡസൻ ഇങ്ങനെ പാഞ്ഞു വരുന്നത്. ആ തൂണിന്റെ പുറത്ത് ആരിടിച്ചാലും അവർ ആ നിമിഷം കൊല്ലപ്പെടും. അത്ര പവറിലാണ് വെള്ളം കൊണ്ടുണ്ടാക്കിയ തൂണ് ഡസനെ പാഞ്ഞു വരുന്നത്. ഡസന്റെ ഓട്ടം കൃത്യമായി ആ തൂണിന് നേരെ തന്നെയാണ്. ജനം ശ്വാസം അടക്കിപ്പിച്ചാണ് ആ കാഴ്ച കാണുന്നത്. ആ നിമിഷത്തിൽ തൂണിനടുത്തെത്തിയ ഡസൻ ആ തൂണ് ഇടിച്ചു പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയാണ്. ഈ കാഴ്ച സ്വാഭാവികമായിട്ടും അഗസ്റ്റസ് ക്ലൈൻ കാണുകയും അഗസ്റ്റസ് ക്ലൈൻ ഉടൻ തന്നെ വീണ്ടും ഒരു തൂണുണ്ടാക്കുകയും ചെയ്തു. ആ തൂണ് ഡസനെ പാഞ്ഞു വരുമ്പോഴേക്കും ഡസൻ ആ തൂണിന് അടുത്തെത്തിയിരുന്നു, അതിനെ പുറത്ത് ഇടിക്കുകയും ചെയ്തു. ഈ നിമിഷത്തിൽ അനവധി വെള്ള തൂണുകൾ അഗസ്റ്റസ് ക്ലൈൻ ഉണ്ടാക്കുകയും അത് ഡസനെ അയക്കുകയുമാണ്. ആ തൂണുകൾക്കുള്ളിലൂടെ ഡസൻ റൈസ് മുന്നോട്ട് കുതിക്കുകയാണ്. ഡസൻ മുന്നോട്ട് കുതിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വെള്ള പ്രകാശമാണ്. ശരിക്കും നല്ല പൊക്കമുള്ള വെള്ളം കൊണ്ടുള്ള തൂണിനകത്തുകൂടി ഒരു വെളുത്ത പ്രകാശം ഇങ്ങനെ അകത്തേക്ക് പാഞ്ഞു പോകുന്നതാണ് കാണികൾ കാണുന്നത്. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ തൂണുകൾ ഉണ്ടാകുന്നു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ തന്നെ ആ തൂണുകൾക്കിടയിലൂടെ ഡസൻ റൈസ് ആ പ്രകാശം കടന്നു പോവുകയാണ്. അടുത്ത നിമിഷത്തിൽ ആളുകൾ ആ കാഴ്ച കണ്ടു. ഡസൻ റൈസ് അഗസ്റ്റസ് ക്ലൈന്റെ തൊട്ടു മുന്നിലെത്തുന്ന കാഴ്ച. ആ നിമിഷത്തിൽ തന്നെ അത് സംഭവിച്ചു. ഡസൻ റൈസിന്റെ ഇടത് കൈ കൊണ്ടുള്ള പഞ്ചിൽ അഗസ്റ്റസ് ക്ലൈൻ ആകാശത്തേക്ക് പറന്നുയർന്ന കാഴ്ചയാണ് ആളുകൾ കണ്ടത്. ആകാശത്തേക്ക് പറന്നുയർന്ന അഗസ്റ്റസ് ക്ലൈൻ ഒത്തിരി മുകളിലേക്ക് പോയിട്ട് നേരെ താഴേക്ക് പതിക്കുകയാണ്. അഗസ്റ്റസ് ക്ലൈൻ തല കുത്തനെ ആ കായലിലേക്ക് വീണു. കായലിലേക്ക് വീണ അഗസ്റ്റസ് ക്ലൈൻ കായൽ ഉള്ളിലേക്ക് അങ്ങ് താഴുകയാണ്. ഈ കാഴ്ച മുഴുവൻ സദസ്സിനെയും ശരിക്കും നിശ്ചലമാക്കി. ഒരു മനുഷ്യനും ശബ്ദിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും ഒരു പിടിയില്ല. ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് അഗസ്റ്റസ് ക്ലൈൻ. ഗ്രാൻഡ് മാസ്റ്റർ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഫൈറ്റ് ചെയ്യുന്ന രംഗം അവിടെ ഇരിക്കുന്ന ആളുകളിൽ 99.99% ആളുകൾ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ഫൈറ്റ് ചെയ്യുന്നവർ കാണുന്നത്. ആ ഗ്രാൻഡ് മാസ്റ്ററെ വേറൊരു ഫൈറ്റർ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയ്ക്കാണ് കാണികൾ സാക്ഷിയായത്. ഒരു വിറയെ കൃത്യമായി അനുഭവപ്പെട്ടത് ആ സന്യാസിനി സമൂഹത്തിലെ ആളുകൾക്കാണ്. ജലീച്ചയും എഡിത്തും ബ്രിട്നിയും നിക്കിയും ഒക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ഡസൻ റൈസിനെതിരെ ആക്രമണം നടത്താൻ തുനിഞ്ഞ ആളുകളാണ് അവർ. അവർക്കങ്ങോട്ട് വിറയിൽ വരികയാണ്. ഇതേ സമയത്ത് ഇതേ വിറയിൽ ഹിൽ കുടുംബത്തിനുമുണ്ട്, ഡോയൽ കുടുംബത്തിനുമുണ്ട്. അവിശ്വസനീയത കോൺട്രാഡിന്റെയും അതുപോലെ റൊണാൾഡ് റീഡ്സിന്റെയും മുഖത്തുമുണ്ട്. ഡസൻ അവരാരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കക്ഷിയാണ്. ഒരു ഗ്രാൻഡ് മാസ്റ്ററെ ഈ ശൈലിയിൽ ഇടിച്ചു തെറിപ്പിക്കാൻ മറ്റൊരു ഗ്രാൻഡ് മാസ്റ്റർക്ക് പറ്റൂ. ആ ചിന്ത ആളുകളുടെ ഒക്കെ മനസ്സിലേക്ക് വന്നപ്പോ ആളുകൾ ഉടനെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ്. ഡസൻ റൈസ് ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ദ യങ്ങസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് വിളിക്കാൻ കഴിയുന്ന ആളാണ് അവിടെ നിൽക്കുന്നത്. അതെ, ഡസൻ നിൽക്കുകയാണ്. ഡസൻ നിൽക്കുന്നത് കൃത്യമായും വെള്ളത്തിന്റെ മുകളിലാണ്. ഡസൻ നിൽക്കുന്ന വെള്ളം മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. ഡസൻ ആ വെള്ളത്തിന് മുകളിൽ കരയിൽ നിൽക്കുമ്പോൾ നിൽക്കുകയാണ്. ഡസൻ റൈസിനെ വെല്ലുവിളിച്ചത് അബദ്ധമായി പോയോ എന്ന് തോന്നൽ ഡോയൽ കുടുംബത്തിലെ ഫിലിന്റെ മുഖത്ത് നിന്ന് ഒന്ന് വായിച്ചെടുക്കുക. ഡസന് നേരത്തെ എതിരാനായിട്ട് ഇറങ്ങിയ ആ ബ്ലസ്സിന്റെ ഭാര്യയും ഇപ്പൊ ഒരു കാഴ്ചയാണ്. അവിടെ മുഖത്ത് എന്താണ് ഭാവം നമുക്ക് അറിയാനേ പറ്റുന്നില്ല. അത്ഭുതമാണോ, ഭയമാണോ,
ഞെട്ടലാണോ? ഒന്നും അറിയാൻ പറ്റില്ല. ആ ശൈലിയിൽ ഒരു ഭാവമാണ് ഇപ്പൊ അവരുടെ മുഖത്തുള്ളത്. ഇതേ ഭാവം അവിടെയുള്ള പലരുടെയും മുഖത്തുണ്ട്. സകലരും അമ്പരപ്പോടുകൂടി ആ കായൽ പരപ്പിൽ നിൽക്കുന്ന ഡസ്റ്റിനെ അങ്ങ് നോക്കുമ്പോ കായലിന് ഉള്ളിൽ നിന്ന് സാക്ഷാൽ അഗസ്തസ് ക്ലൈൻ പൊങ്ങി വന്നു. അതൊരു കാഴ്ചയാണ്. ആകാശത്തെ പൊങ്ങി വന്ന് അഗസ്തസ് ക്ലൈൻ ആ കായലിന് മുകളിൽ കരയിൽ എന്ന പോലെ അങ്ങനെ നിൽക്കുമ്പോ അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. നീ ഒരു അപ്രതീക്ഷിത ആക്രമണമാണോ നടത്തിയത്? അപ്രതീക്ഷിത ആക്രമണം. നിങ്ങളല്ലേ എന്നെ ആക്രമിച്ചത്. സ്വാഭാവികമായിട്ടും ആ ആക്രമണത്തെ ഞാൻ തടുത്തു, അതല്ലേ ഉള്ളൂ. അഗസ്തസ് ക്ലൈന് അതറിയാം. പക്ഷെ അഗസ്തസ് ക്ലൈൻ ആളുകൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞത് അപ്രതീക്ഷിതമായുള്ള ആക്രമണത്തിൽ അയാൾക്ക് പരിക്ക് പറ്റിയെന്ന് തോന്നിക്കാൻ വേണ്ടിയാണ്. അഗസ്തസ് ക്ലൈനെ പെട്ടെന്ന് ഡസ്റ്റിനെ ആക്രമിച്ചപ്പോ അയാൾക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നുള്ള ധാരണ കാണികൾക്ക് ഉണ്ടാകും. അത് മാത്രമേ അഗസ്തസിന് ലക്ഷ്യമുള്ളൂ. അഗസ്റ്റിൻ പെട്ടെന്ന് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നീ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് എനിക്ക് ബോധ്യമായി. ഇനി ആരാണ് ഗ്രാൻഡ് മാസ്റ്ററിൽ മിടുക്കെന്ന് നമുക്കിത് കാണാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ ഒരു ഫൈറ്റ് ആരംഭിച്ചു. ശരിക്കും ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ കപ്പാസിറ്റി എന്താണെന്ന് അഗസ്തസ് ക്ലൈൻ ഡസ്റ്റിനെ കാണിച്ചു കൊടുക്കുകയാണ്. വെള്ളം കൊണ്ടുള്ള ഒരു കളി തന്നെ അയാൾ കളിക്കുകയാണ്. അഗസ്തസ് ക്ലൈൻ മുന്നോട്ട് കുതിച്ചപ്പോ ഡസ്റ്റിൻ മുന്നോട്ട് കുതിച്ചു. ഈ സമയത്ത് അഗസ്തസ് ക്ലൈനൊപ്പം ആ കായൽ മുഴുവൻ കൂടെയുണ്ട്. സ്വാഭാവികമായിട്ടും ഡസ്റ്റിൻ റൈസ് മുന്നോട്ട് കുതിക്കുമ്പോൾ ഡസ്റ്റിനൊപ്പം കായലുണ്ട്. രണ്ട് ഭാഗത്തുനിന്ന് കടലുകൾ ഒന്നിച്ച് ഓടി വന്ന് കൂട്ടിയിടിക്കുന്ന അതേ ശൈലിയിൽ രണ്ട് ഭാഗത്തുനിന്ന് വെള്ളം ഇങ്ങനെ കൂടി വരികയാണ്. സ്വാഭാവികമായിട്ടും ആ കായലുകൾ കൂടിച്ചേരുന്ന ഭാഗത്തിന്റെ ഇരുവശങ്ങളിലേക്കും വെള്ളം അങ്ങനെ ഇടിച്ചു കയറുകയാണ്. കാടുകൾ ഒത്തിരി പേർ ജീവനെ കൊണ്ട് രണ്ട് ഭാഗത്തേക്ക് ഓടുന്ന ആ നിമിഷത്തിൽ ഡസ്റ്റിൻ റൈസും അഗസ്തസ് ക്ലൈനും ഒന്ന് കൂട്ടിയിടിച്ചു. രണ്ടുപേരുടെയും കൈകൾ കൂട്ടിയിടിച്ചതും രണ്ടുപേരും പുറകോട്ട് മാറി. ഒത്തിരി അടി പുറകോട്ട് മാറുകയാണ്. വീണ്ടും രണ്ടുപേരും മുന്നോട്ട് കുതിച്ചു. വീണ്ടും വെള്ളത്തിന് മുകളിൽ കൂട്ടിയിടി. ഏകദേശം ഒരു 4 മിനിറ്റ് അതിശക്തമായ ഒരു ഫൈറ്റാണ് ആ കായലിൽ നടന്നത്. ആ ഫൈറ്റിൽ വെള്ളത്തെ ആയുധമാക്കി ഉപയോഗിക്കുമ്പോൾ ആ ആയുധത്തിന്റെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ആ ആയുധം പതിക്കുന്ന സ്ഥലത്ത് മരങ്ങളോ ചെടികളോ ഉണ്ടെങ്കിൽ അത് ആ നിമിഷം മുറിഞ്ഞു വീഴുകയാണ്. ശരിക്കും ആ ആയുധത്തിന്റെ ഫോഴ്സ് അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഡസ്റ്റിനെ അതിശക്തമായി വെള്ളം ചെല്ലുമ്പോൾ ഡസ്റ്റിന് ഒഴിയുന്നതും ആ വെള്ളം കായലിന്റെ മുകളിൽ കൂടി സമീപത്തുള്ള മരത്തിലിരിക്കുന്ന മരം മൂടോടെ പൊഴുതു വീഴുന്നതൊക്കെ ഒരു കാഴ്ചയല്ലാതായി മാറുകയാണ്. ചുറ്റും അപകടകരമായ രീതിയിൽ മരങ്ങൾ വീണുറങ്ങിയപ്പോൾ കാണികൾ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. സകലരും സുരക്ഷിതമായ അകലത്തിലേക്ക് മാറിയാണ് ഇപ്പോൾ ആ ഫൈറ്റ് കാണുന്നത്. രണ്ട് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് നേർക്ക് നേർ എതിരിടുന്നത് ജീവിതത്തിൽ ആദ്യമായി കാണുന്നവരാണ് എല്ലാവരും. അതിൻ്റെതൊരു ആവേശവും ആകാംക്ഷയും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. ഫൈറ്റ് അങ്ങനെ കൊടുമ്പിരി കൊണ്ട് വരുമ്പോ ഹിൽ കുടുംബത്തിലെ സ്പ്രിംഗ് അടുത്തിരിക്കുന്ന ആട്ടത്തോട് പറഞ്ഞു, നോക്ക് അവൻ ക്ഷീണിച്ചു, നോക്ക് അവൻ ക്ഷീണിച്ചു തുടങ്ങി, അവൻ ഇപ്പോ വീഴും. അവരങ്ങനെ പറഞ്ഞ ആ നിമിഷത്തിൽ ഡസ്റ്റിൻ റൈസും അഗസ്തസ് ക്ലൈനും തമ്മിൽ വീണ്ടും ഒരു ഇടി നടന്നു. ആ ഇടി കഴിഞ്ഞതും ഡസ്റ്റിൻ റൈസ് ഒത്തിരി പുറകോട്ട് മാറുകയാണ് വെള്ളത്തിന്റെ മുകളിലൂടെ. ഈ സമയത്ത് വളരെ വളരെ വിസിബിൾ ആയിട്ട് ആളുകൾക്ക് ആ കാഴ്ച കാണാം. ഡസ്റ്റിന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്നത്. അവൻ തീർന്നു ചോർന്ന് ഉറക്കം വിളിക്കുകയാണ്. അഗസ്തസ് ക്ലൈനെ ഇടിയേറ്റ് ഡസ്റ്റിൻ റൈസിന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്ന കാഴ്ച ചോർമനെ സന്തോഷിപ്പിച്ചതുപോലെ തന്നെ ബ്രിറ്റ്നിയും എഡിത്തിനെയും ജെനിറ്റയൊക്കെ സന്തോഷിപ്പിക്കുകയാണ്. അവൻ തീർന്നു, ആ ഡസ്റ്റിൻ തീർന്നു, ആ തെമ്മാടി തീർന്നു. ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ആളുകൾ ആവർത്തിച്ച് പറയുമ്പോൾ റൊണാൾഡ് റീഡ്സ് ആ കാഴ്ച കണ്ടു. ഡസ്റ്റിൻ റൈസിന്റെ തൊട്ടു മുന്നിലുണ്ടായിരുന്ന അഗസ്തസ് ക്ലൈൻ ഉറക്കെ ചിരിക്കുന്നു. ഡസ്റ്റിൻ റൈസിനെ പരാജയപ്പെടുത്ത സന്തോഷത്തിൽ അഗസ്തസ് ക്ലൈൻ അങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. സകല ആളുകളും അഗസ്തസ് ക്ലൈൻ ആ പൊട്ടിച്ചിരി പങ്കെടുക്കുമ്പോൾ ആ പൊട്ടിച്ചിരി പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിയായി മാറി. അഗസ്തസ് ക്ലൈൻ ആ വെള്ളത്തിന് മുകളിൽ പൊട്ടിത്തെറിക്കുകയാണ്. ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ കഷ്ടങ്ങളായി അഗസ്തസ് ക്ലൈൻ എന്ന ആ ഗ്രാൻഡ് മാസ്റ്റർ വെള്ളത്തിന് മുകളിൽ പൊട്ടിത്തെറിച്ചു. ശരിക്കും ശ്വാസം നിലച്ചു പോകുന്ന ഒരു കാഴ്ച. ശരിക്കും വലിപ്പമുള്ള ഒരു മത്തങ്ങയിൽ ഒരു വെടിയുണ്ട തറയ്ക്കുമ്പോൾ ആ മത്തങ്ങ ചെറു ചെറു കഷ്ണങ്ങളായി ചിതറി തെറിക്കും പോലെ ഇതാ അഗസ്തസ് ക്ലൈൻ ചെറു തരികളായി ചിതറി തെറിക്കുക. കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറുതെന്ന് പറയാൻ കഴിയുന്ന ശൈലിയുള്ള തരികളായി അഗസ്തസ് ക്ലൈൻ പൊട്ടിത്തെറിച്ചു. അഗസ്തസ് ക്ലൈൻ എന്ന ആള് ആ വെള്ളത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം
ഒരു സംശയമായി മാറുകയാണ്. അങ്ങനെ ഒരാള് പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ശ്വാസം നിലച്ചുപോയ കാണികൾ അമ്പരപ്പോടെ അവിടെ നോക്കുമ്പോൾ ഡസൻ റൈസ് കായൽ വെള്ളം കൊണ്ട് മുഖം ഒന്ന് കഴിയും. ഡസൻ ചുറ്റൊന്ന് നോക്കി. അതിനുശേഷം ഡസൻ സാവധാനം വെള്ളത്തിന് മുകളിലൂടെ നടന്ന് കരയിലേക്ക് വരികയാണ്. ഈ സമയത്ത് മുഴുവൻ ആളുകളും നിശബ്ദരാണ്. ഒരക്ഷരം പോലും ആരും പറയുന്നില്ല. അവർ കണ്ടു ഗ്രാൻഡ് മാസ്റ്റർ അഗസ്റ്റസ് ക്ലൈൻ വെള്ളത്തുള്ളികൾ പോലെ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുന്നത്. അഗസ്റ്റസ് ക്ലൈനെ ഇടിച്ചു കൊന്നതിന് ശേഷം ഡസൻ നടന്ന് കരയിലേക്ക് വരുമ്പോൾ ബോധം തിരിച്ചു കിട്ടിയ ചെറി ഡസന് മുന്നിലേക്ക് ഓടി വന്നു. ഡസൻ, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ എന്റെ മാസ്റ്ററെ കൊന്നു. ചെറി, ഇവിടെ നടന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ജീവൻ മരണ പോരാട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെടുക സ്വാഭാവികമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ ചെറിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ചെറിയോട് പറഞ്ഞു, നീ ഇനി എന്തെങ്കിലും അടവുമായി രംഗത്തിറങ്ങിയാൽ പിന്നെ നിന്റെ ഈ ഡോയൽ കുടുംബം ഉണ്ടാകില്ല. ഡസൻ റൈസ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഫിൽ ഡോയലിനും മാഗി ഡോയലിനും ചെറിക്കും എന്ന് വേണ്ട ആ ഡോയൽ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും മനസ്സിലായി. ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണ് പറയുന്നത്. ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ആളുകൾ അവർക്ക് സംരക്ഷണത്തിന് ഉണ്ടായാലും ഗ്രാൻഡ് മാസ്റ്റർ മനസ്സ് വെച്ചാൽ പിന്നെ ആ സംരക്ഷണത്തിനൊന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല. അവരൊക്കെ നിമിഷ നേരം കൊണ്ട് കൊല്ലപ്പെടും. അത്ര പവറാണ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ. ഇതേ ചിന്ത സ്വാഭാവികമായി ഫിൽ കുടുംബത്തിനുണ്ട്. ഫിൽ കുടുംബത്തിലെ എല്ലാ ആളുകളും കൂടി ചേർന്നാലും ഡസൻ റൈസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം അവർക്കിപ്പോ മനസ്സിലാവുകയാണ്. ഓട്ടം സ്പ്രിങ്ങിനോട് പറഞ്ഞു, നമ്മള് ഇനി എന്ത് ചെയ്യും? അതിന് മറുപടിയായി സ്പ്രിങ് ആട്ടത്തിനോട് പറഞ്ഞു, ഓട്ടം, നമ്മൾ വരെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇന്ന് 4ാമത്തെ ദിവസമാണ്. 3 ദിവസം കൂടി അവൻ ആയുസ്സോ. അവൻ പ്രതിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ അവനാണ് നമ്മുടെ അച്ഛനെ കൊന്നെന്ന് എല്ലാവരും അംഗീകരിക്കും. ആ നിമിഷത്തിൽ അവന് പ്രതിപക്ഷം കിട്ടാതെ മരിക്കയില്ലാതെ ഒരു മാർഗമില്ല. റൊണാൾഡ് റൈറ്റ്സിന്റെ അടുത്തിരിക്കുന്ന കോൺട്രാക്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഡസൻ റൈസ് ബെലോർമയുടെ ശക്തിയായി മാറുകയാണ്. വളർന്നു വരുന്ന ഡസൻ റൈസ് എന്നുള്ള അപകടം കോൺട്രാക്ട് തിരിച്ചറിയുകയാണ്. ഈ നിമിഷത്തിലാണ് നിക്കി ഓടി ഡസന് അടുത്തേക്ക് വന്നത്. ഡസന് അടുത്തേക്ക് വന്ന നിക്കി ഡസനോട് പറഞ്ഞു, ഡസൻ സോറി, ഡസൻ എന്നോട് പറയേണ്ടതായിരുന്നു. എന്ത്? ഡസൻ ഒരു ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള കാര്യം എന്നോട് പറയേണ്ടതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഡസൻ റൈസ് ഒരു ഗ്രാൻഡ് മാസ്റ്റർ ആണെന്ന് അവൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും ഡസനെ കൊല്ലാനുള്ള പദ്ധതി പ്ലാൻ ചെയ്യില്ലായിരുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഡസൻ അത് കേട്ടതും കൈ നിവർത്തിയായി. ഡസൻ ആദ്യമായിട്ടാണ് നിക്കിയെ തല്ലുന്നത്. അടിയേറ്റ് അവളൊന്ന് കറങ്ങുമ്പോൾ ഡസൻ അവളെ പാസ് ചെയ്ത് മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയത്താണ് കോർലിയസ് ഡസൻ അടുത്തേക്ക് ഓടി വന്നത്. സന്തോഷം അത് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോ കോർലിയസിന്റെ മുഖത്തേക്ക് നോക്കണം. കോർലിയസിന്റെ മുഖത്ത് സന്തോഷം ഇങ്ങനെ അലയടിക്കുകയാണ്. അല്ല കണ്ണുകളിൽ, അല്ല കവിളിൽ ഒക്കെ കാണാം. ശരിക്കും ഒരു ഉണക്ക മനുഷ്യനാണ് കോർലിയസ്. കോർലിയസ് അടുത്ത് വന്നതും ഡസൻ ഒരു ടാബ്ലറ്റ് കോർലിയസിന്റെ കയ്യിലേക്ക് കൊടുത്തു. കോർലിയസ് ഇത് കഴിക്കും. കോർലിയസ് ആ ടാബ്ലറ്റ് കഴിച്ചതും ഒരു ഊർജം അയാളുടെ ശരീരത്തിനുള്ളിലേക്ക് വരികയാണ്. അകത്തുള്ള ഇഞ്ചുറികളൊക്കെ ഭേദമാക്കാനുള്ള ആ മരുന്ന് ഡസൻ കയ്യിൽ കരുതാറുണ്ട്. അത് കഴിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കോർലിയസിന് ഒരു ശക്തി വന്നു. കോർലിയസ് ശരിക്കും സന്തോഷത്തിലാണ്. അയാളുടെ കിങ് ഗ്രൂപ്പിന്റെ തലവൻ ഒരു അമാനുഷം തന്നെയാണ്. ഇത്രയും ചെറുപ്രായത്തിൽ ഗ്രാൻഡ് മാസ്റ്ററായി മാറിയിരിക്കുന്ന ഡസൻ റൈസ് എന്തായാലും ഒരു വലിയ സംഭവമാണ്. ആ ഡസൻ റൈസിന്റെ കൂടെ നിൽക്കാനെടുത്ത അയാളുടെ തീരുമാനം, അതാണ് സംഭവം. കോർലിയസിന് തന്റെ തീരുമാനം 100% ശരിയാണെന്ന് തോന്നുന്ന നിമിഷമാണ്. കോർലിയസുമായി ഡസൻ റൈസ് ആ കായൽ തീരത്ത് നിന്ന് അവരുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോൾ ശരിക്കും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ് ആ ജെയിൻ മെയ്തൻ സിസ്റ്റർഹുഡിലെ ആളുകൾ ഓരോരുത്തരും. നിക്കി അടി കൊണ്ട് കറങ്ങി നിൽക്കുമ്പോൾ ജെയിൻ മെയ്തൻ സിസ്റ്റർഹുഡിലെ എഴുത്തിനോടായി അടുത്ത് നിന്ന് ആള് പറഞ്ഞു, മാഡം നമുക്ക് ഇന്ന് രാത്രി സഹനത്തിലേക്ക് പോണ്ടേ? നീ എന്തോ പറയുന്നത്? നീ എന്താ നമ്മളെ കുറെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്? ഡസൻ റൈസ് കൊല്ലപ്പെടുകയാണെങ്കിൽ ആ ലോഞ്ചിൽ കയറി ഒരു ആക്രമണം നടത്താം എന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോ ഡസൻ കൊല്ലപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അവർ ഒരു കാര്യം കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഡസൻ റൈസ് ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ്. ഗ്രാൻഡ് മാസ്റ്ററെ ഡസനെ എതിരിട്ടാൽ മരണം സുനിശ്ചിതമാണ്. ഡസൻ റൈസ് സഫേ ലോഞ്ചിൽ മടങ്ങിയെത്തുമ്പോൾ ഡസനെ നടാഷയുടെ കോൾ വന്നു.
വൈകുന്നേരം ഡിന്നർ അവൾക്ക് ഒന്നിച്ച് കഴിക്കാമെന്നാണ് അവൾ ഡസ്റ്ററോട് പറഞ്ഞത്. കൃത്യം 8 മണിക്ക് സിവ്യൂ റെസ്റ്റോറന്റിൽ ഡസ്റ്റൻ എത്തി. ഡസ്റ്റൻ എത്തുമ്പോ നടാഷ ഡസ്റ്റനെ കാത്തിരിക്കുകയാണ്. നടാഷയെ കണ്ടപ്പോ ഡസ്റ്റന് ശരിക്കും സന്തോഷം വരികയാണ്. നടാഷ അവിടെ ഭംഗിയായി അണിഞ്ഞൊരുങ്ങിയാണ് അവിടെ ഇരിക്കുന്നത്. നടാഷ ഡസ്റ്റന് ആവശ്യമായ ഭക്ഷണമൊക്കെ വരുത്തി കഴിഞ്ഞ് ഡസ്റ്റനോട് സംസാരിക്കുകയാണ്. ഡസ്റ്റൻ, ഞാൻ ഈ ഭക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോ ഒരു സ്ഥലത്തേക്ക് പോകും. ഏയ് നടാഷ, നീ എവിടെ പോകുന്നു? ഡസ്റ്റൻ, ഞാൻ സ്റ്റോഡിക്ക് പോവുകയാണ്. സ്റ്റോഡിക്കോ? അതെന്താ? ഡസ്റ്റൻ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഗ്രാൻഡ് ഫാദർ അവിടെയാണുള്ളത്. അദ്ദേഹവുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇമോട്ടറിന്റെ ബിസിനസ് അവിടെ ആരംഭിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡസ്റ്റൻ, അതുകൊണ്ട് ഞാൻ ഇന്ന് പോവുകയാണ്. ഏയ് നടാഷ, ഞാൻ സഹായിക്കണോ? വേണ്ട ഡസ്റ്റൻ, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളൂ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡസ്റ്റൻ അകത്തേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ കടന്നു വരുന്ന കണ്ടത്. കുറെ യുവാക്കളും യുവതികളുമാണ്. ആ കൂട്ടം നേരത്തെ റിസർവ് ചെയ്തിരിക്കുന്ന ഒരു വലിയ ടേബിളിന് ചുറ്റുമായി അണിനിരന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോ ഡസ്റ്റന്റെ കണ്ണ് അതിൽ ഒരു സ്ത്രീയുടെ പുറത്ത് പതിഞ്ഞു. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ലൈഫിൽ നിന്ന് ഡസ്റ്റൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യാം. താങ്ക് യു.